പഴയ കാലഘട്ടത്തൊരു മഹാനുഭാവൻ ജീവിച്ചിരുന്നു. ആ മഹാനുഭാവൻ ദിക്റിലും അള്ളാഹുവിൻ്റെ സ്മരണയിലുമായിട്ടിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കല്യാണത്തിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിക്കാതെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ സ്മരണയിലായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ പലരും അവരോട് ചെന്ന വിവാഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എൻ്റെ ഇബാദത്തിന്, എൻ്റെ ആരാധനയ്ക്ക് ഭംഗം വരാൻ, കോട്ടം വരാൻ അതൊരു തടസ്സമായി മാറുമോ എന്നുള്ള ഭയം കൊണ്ട് അയാൾ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. എന്നാലൊരു സുപ്രഭാതത്തിൽ കുടുംബക്കാരയാൾ അറിയിക്കുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്ന്. കുടുംബക്കാരെ, നാട്ടുകാരാകെ അത്ഭുതപ്പെട്ടു. ഇന്നലകളിലൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ നൽകി, നിരന്തരം നിർദ്ദേശങ്ങൾ നൽകി വിവാഹം കഴിക്കാനുള്ള സാധ്യതകളിലേക്കുള്ള താല്പര്യമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും ഒരു താല്പര്യവും ആഗ്രഹവും ജനിക്കാത്ത നിങ്ങൾ ഇന്ന് എന്തേ വിവാഹം കഴിക്കണം എന്ന്, എനിക്കൊരു പെണ്ണ് വേണമെന്ന്, കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? താല്പര്യം വരാനുള്ള കാരണം എന്താണ്? ആ മഹാനുഭാവനോട് കുടുംബക്കാര് കാര്യങ്ങൾ തിരക്കിയപ്പോൾ മഹാനവർകള് തൻ്റെ കുടുംബക്കാരോട് കാര്യങ്ങൾ പറയുകയാ. ഒരു രാത്രി ഞാനിങ്ങനെ ദിക്റുകൾ ചൊല്ലി ചൊല്ലി അല്ലാഹുവിൽ ലയിച്ച് ഞാനിങ്ങനെ കിടന്നുറങ്ങുകയാ. ഒരു ദിവസം ഞാനിങ്ങനെ ഉറങ്ങിയ സമയത്ത് ഞാനിതാ മരണപ്പെടുകയും അല്ലാഹുവിൻ്റെ സവിധത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ്. മഹ്ശറ ലോകത്ത് കോടാന കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ആ ഭയവിഹ്വലമായ മഹ്ശറ ലോകത്ത് ഒരുപാട് ആളുകൾ അവരവർ ചെയ്തിട്ടുള്ള തെറ്റിൻ്റെ പേരിൽ അവിടുന്ന് ഭയവിഹ്വലമായ മഹ്ശറ ലോകത്ത് വെച്ച് അദാബുകൾ ഒരു ചാനകല കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ താപമേറ്റുകൊണ്ട് വിയർപ്പിനാൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിനിടയിലേക്ക് പിഞ്ചോമന മക്കളാൽ ചെറിയ മക്കൾ അവരുടെ കൈകളിൽ കോപ്പകളിൽ വെള്ളം കോരി കൊണ്ടുവന്നിട്ട് ചില ആളുകളുടെ കൈകളിലേക്ക് കൊടുക്കുന്നു. ചില ആളുകൾ ആ മക്കളെ കൈകളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നു. അങ്ങനെ ഞാനാ നിൽക്കുന്ന മഹ്ശറ ലോകത്ത് വെച്ച് എൻ്റെ മുന്നിലൂടെ ചില മക്കൾ ഇങ്ങനെ കോപ്പകളിൽ വെള്ളം കോരിയെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ ഞാനാ മക്കളെ നേരെ ഞാനും കൈനീട്ടി എനിക്കും ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ദാഹമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, വല്ലാതെ വിഷണ്ണനായി നിൽക്കുന്ന സമയത്ത് ആ കുഞ്ഞുമക്കളുടെ നേരെ ഞാനങ്ങ് വെള്ളത്തിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോ, കൈനീട്ടിയപ്പോ ആ പൊന്നുമക്കള് എന്നോട് പറഞ്ഞു, അതേ ഇന്ന് ഞങ്ങളുടെ ഉപ്പമാർക്ക് മാത്രമേ കുടിപ്പിക്കാൻ അവകാശമുള്ളൂ. നിങ്ങളുടെ മക്കളാരാണോ അവരാണ് നിങ്ങൾക്ക് കുടിപ്പിക്കേണ്ടത്. അതേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കാണ് ഞങ്ങൾ ഇന്ന് കുടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിൻ്റെ അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുള്ളത് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കുടിപ്പിക്കാനാ. ഇവിടെ ഞങ്ങളുടെ മാതാപിതാക്കളെ തേടിയാണ് ഞങ്ങൾ നടക്കുന്നത് എന്നിവിടുന്ന പിഞ്ചുമക്കളെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഉറക്കിൽ നിന്ന് ഞെട്ടിപ്പോയി. ഞാൻ ആ സ്വപ്നത്തിൽ വല്ലാതെ വേജാറായി വേദനിച്ചുപോയി. എനിക്കാണെങ്കിൽ അല്ലാഹുവിൻ്റെ കോടതിയിലെത്തിയിട്ടുള്ള ഭയവും അവിടുന്ന് ദാഹിച്ചു നിൽക്കുന്ന സമയത്ത് വെള്ളം തരാൻ ആരും എന്നെ സഹായത്തിനായിട്ട് എനിക്ക് എത്തിച്ചു തരാൻ, ഒരിത്തിരി വെള്ളം തന്നിട്ട് എന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത വേദനയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാ. മക്കളുള്ളവർക്കല്ലേ ആഖിറത്തിൽ ഗുണം കിട്ടുകയുള്ളൂ. മക്കളുള്ളവർക്കല്ലേ ആഖിറത്തിൽ ദാഹിച്ചു നിൽക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ കൊടുക്കുള്ളൂ.
അതുകൊണ്ട് കല്യാണം കഴിയാത്ത, വിവാഹം കഴിയാത്ത എനിക്കെങ്ങനെയാണ്, ആരാണ് നാളെ മശ്റയിൽ വെള്ളം തരുന്നത്? അതോർത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് തയ്യാറായത് എന്ന മഹാമനീഷി പറയുമ്പോ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നൽകിയിട്ടുള്ള അനർഘമായ സ്വത്ത് തന്നെയാണ് നമ്മുടെ മക്കള് എന്നുള്ളത്. അത് ദുനിയാവിലും നമ്മൾക്ക് ഉപകാരപ്പെടണം, ആഖിറത്തിലും ഉപകാരപ്പെടണം. അതിനുള്ള മാർഗങ്ങളെല്ലാം ആരംഭപ്പൂവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം വിഷയങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ആ വിഷയങ്ങളിലൂടെ കടന്നുപോയാലേ നമ്മൾക്ക് ആഖിറത്തിൽ നമ്മുടെ മക്കളെ ഉപകാരപ്പെടുന്ന രൂപത്തിലായി വരികയുള്ളൂ. അറിയുമോ, കാലം വളരെയേറെ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളിലുള്ള ഉമ്മമാരവരുടെ മക്കളുടെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ വളരെയേറെ സങ്കടത്തിലാണ്. ഇവിടുന്ന് കാണുന്ന ഈ സമയത്ത് തന്നെ മക്കളുടെ കാര്യത്തിൽ വളരെയേറെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, മരണപ്പെട്ടു കഴിഞ്ഞാൽ മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് എന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നത്? അവർക്ക് ഭയമാ. മക്കളുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്യിപ്പിക്കുകയാണ് മാതാപിതാക്കൾ. ഓരോരോ വേദികളിൽ നമ്മളോട് നിരന്തരം അറിയിക്കുന്നുണ്ട്, ഉസ്താദേ, സ്വഭാവം നന്നാകാൻ നിങ്ങൾ ദുആ ചെയ്യണേ, മക്കളുടെ സംസ്കാരം നന്നാകാൻ, കൂട്ടുകെട്ട് നന്നാകാൻ ദുആ ചെയ്യണേ എന്ന് നിരന്തരം നമ്മളോട് പറയുമ്പോ, ആധുനിക ലോകമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള മര്യാദകളെല്ലാം മറന്നു കളയുന്ന ലോകത്താണല്ലോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദീനിയായ വഴികളിൽ നിന്ന് മക്കൾ വ്യതിചലിക്കുകയാണ്. ഭൗതികമായ താല്പര്യങ്ങൾ മക്കൾക്ക് വർദ്ധിച്ചു വന്നു. അതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആ വഴികളിലെല്ലാം മുഴുവനായിട്ട് സഞ്ചരിക്കാൻ നമ്മൾക്ക് സമയമില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾക്കതിലേക്ക് കടന്നു വരികയും വേണം. അല്ലാഹു നമ്മുടെ സന്താനങ്ങളെ നന്നാക്കി തരട്ടെ. മക്കളെ ഭയപ്പെടുന്ന കാലഘട്ടമാണല്ലോ മാതാപിതാക്കൾ ഇന്ന് മക്കളെ ഭയപ്പെടുകയാണ്. വല്ലാത്ത പേടിയാ. ഒരു സഹോദരൻ, ഞാൻ ജോലി ചെയ്യുന്ന തളിപ്പറമ്പ് ഹൈവേ പള്ളിയിലേക്ക് വന്നു. ഒരു വെള്ളിയാഴ്ച ദിവസം എൻ്റെ പള്ളിയിൽ വന്ന് എന്നോട് പറയാണ്, ഉസ്താദേ, എനിക്കൊരു മസ്അല അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ളൊരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്താ നിങ്ങളുടെ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, ഉസ്താദ്, വളരെയേറെ ആഗ്രഹവും മോഹവുമായൊരു കാര്യം നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 കാര്യങ്ങൾ നേർന്നിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ വലിയൊരു മോഹവുമായിട്ട് ഞാൻ നേർച്ചകൾ നേർന്നു. എന്താ നേർച്ച? അറിയാവുന്ന പള്ളികളിലെല്ലാം മുസ്ഹഫ് കൊടുക്കാമെന്നും, അതേപോലെ തന്നെ അറിയാവുന്ന മഖാമുകളിലെല്ലാം വെള്ള പുതപ്പിക്കാമെന്നുമാണ് എൻ്റെ നേർച്ച. അറിയാവുന്ന പള്ളികളിലെല്ലാം മുസ്ഹഫ് ഞാൻ കൊടുക്കും. അതേപോലെ തന്നെ അറിയാവുന്ന എല്ലാ മഖാമുകളിലും ഞാൻ വെള്ള പുതപ്പിക്കും. ഇതാണ് എൻ്റെ നേർച്ച എന്നവിടെന്ന് പറഞ്ഞിട്ട് അയാൾ ചോദിക്കുകയാണ്, ഉസ്താദ്, എന്തിനാ ഞാൻ ഇങ്ങനെ നേർച്ച നേർന്നത്? എൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. വന്നയാളോട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, ഉസ്താദേ, എന്തിനു വേണ്ടിയാണ് നേർച്ച നേർന്നതെന്ന് നിങ്ങൾ എന്നോട് തിരക്കരുത്. കാരണം അത്രയും ഗൗരവമേറിയ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ നേർച്ചകൾ നേർന്നിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നേർച്ചകൾ നേർന്നത്? ഞാൻ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു കിട്ടിയാൽ, ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു കിട്ടിയാൽ, അറിയാവുന്ന പള്ളികളിൽ മുസ്ഹഫ് കൊടുക്കാം, അറിയാവുന്ന മഖാമുകളിൽ വെള്ള പുതപ്പിക്കാം.
അയാൾ എന്നോട് സങ്കടത്തോടെ പറയാണ്, കാര്യം എന്താണെന്ന് ചോദിക്കരുത് ഉസ്താദേ, വളരെയേറെ വിഷമമുണ്ട്. എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോ ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല, ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല, എനിക്കാകെ വിഷമായി. ഒന്നയാള് കാര്യം പറയുകയാണ്, എന്നോട് സങ്കടത്തോടെ പറയാണ്, ഉസ്താദേ ചോദിക്കരുത്, ഉസ്താദേ ചോദിക്കരുത്, എനിക്ക് വലിയ ദുഃഖമുണ്ട്, ആ കാര്യത്തിൽ അത് നടക്കാത്തതിൽ വലിയ വിഷമമുണ്ട്. ഞാൻ അയാളോട് ഇരിക്കാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് മസ്അല അറിഞ്ഞാൽ മതി, കാര്യം അറിഞ്ഞാൽ മതി, അതാണ് അയാളുടെ ഉദ്ദേശവും ലക്ഷ്യവും, അതാണ്. ഞാൻ അയാൾക്ക് കാര്യങ്ങൾ, അതിൻ്റെ മസ്അലകൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും എനിക്കെൻ്റെ മനസ്സിന് സമാധാനം വന്നില്ല. ഞാൻ അയാളോട് ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങളുടെ വിഷമങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സദസ്സിൽ ചെന്ന് ഞാനൊന്ന് ദുആ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സദസ്സിൽ പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അതങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമല്ലോ, കാര്യം എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ എന്നോട് പറയാണ്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സതയാകെയുണ്ടായിരുന്ന ഒരേ ഒരു പെൺതരി എനിക്ക് എല്ലാ നിലയിലും ആശ്വാസം കൊള്ളാനും സമാധാനം കൊള്ളാനും എനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഒരേ ഒരു മോള്. അവളെ ഞാൻ എല്ലാ നിലയിലും അവൾക്ക് സമാധാനം കൊടുത്ത് വളർത്തുകയാണ്. അവൾക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഞാൻ അവളെ പൊന്നുപോലെ വളർത്തി ഉസ്താദ്. അവള് വേണ്ടുന്ന രീതിയിലെല്ലാം പഠിച്ചു വളർന്നു. നല്ല രീതിയിൽ വളരുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി, എനിക്ക് ഇഷ്ടപ്പെട്ട മോളായി വളരുകയാണല്ലോ. എന്തുകൊണ്ടും ഞങ്ങളുടെ കുടുംബത്തിന് ചേർന്ന രീതിയിൽ തന്നെയാണല്ലോ മോള് വളരുന്നത്. വിവാഹപ്രായമെത്തിയപ്പോ ഞാൻ അവൾക്ക് വേണ്ടുന്ന ആലോചനയുമായി മുന്നോട്ട് പോയപ്പോ ആദ്യമൊക്കെ അവൾ കല്യാണത്തിന് സമ്മതിച്ചില്ല. ഒരുപാട് ദീനീബോധമുള്ള ചെറുപ്പക്കാർ വിവാഹാലോചനയുമായി വന്നിട്ടുണ്ട്. ഒരുപാട് നല്ലവരായ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവൾ അതിനൊന്നും തയ്യാറാകാതെ വന്നപ്പോ ഞാൻ എൻ്റെ ഭാര്യയോട് പറയാണ്, മോളെ നീയൊന്ന് നമ്മുടെ മോളോട് ചോദിക്കണം, അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നറിയണം. ഒരുപാട് നല്ല ചെറുപ്പക്കാരാണ്. ആലോചനയുമായി വന്നപ്പോഴെല്ലാം ഇവൾ പല കാരണങ്ങളും ഒഴിഞ്ഞു മാറുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഉമ്മ മോളോട് കാര്യം തിരക്കിയപ്പോ മോളുമ്മയോട് ആ നേരം വരെ ഇതുപോലെ മുഖം നോക്കിയിട്ടൊരു വാക്ക് പറയാത്ത മോള്, അവളതുവരെ മനസ്സിന്റെ ഉള്ളറകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് അവളങ്ങ് പറഞ്ഞു കൊടുത്തു, ഉമ്മ ഇന്ന സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടേ, അവനും ഞാനുമായിട്ട് വലിയ സ്നേഹത്തിലാ, അവനുമായിട്ടുള്ള വിവാഹമല്ലാതെ മറ്റൊരു വിവാഹം നടക്കാൻ പാടില്ല. ഞാൻ അവന് വാക്ക് കൊടുത്തു പോയും ഭാര്യയായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണെങ്കിൽ അത് ഞാൻ ഇത്ര കാലം സ്നേഹിച്ച് നടന്ന ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങൂല. ഏതെങ്കിലും ഒരു തൻ്റെ ഭാര്യയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ ഭാര്യയായിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ചമഞ്ഞിറങ്ങൂല എന്ന് ഉമ്മയുടെ മുഖം നോക്കി അവളങ്ങ് പറഞ്ഞു. ഉമ്മയാകെ തളർന്നുപോയി. ആ ഉമ്മ എങ്ങനെ പറയണമെന്നറിഞ്ഞില്ല. രാത്രിയായപ്പോ പിതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മയും ഉപ്പയും ആ രാത്രിയിൽ അവിടെ നിന്ന് തീരുമാനമെടുത്തു, നമ്മുടെ മോള ആഗ്രഹമല്ലേ, നാട്ടുകാരും കുടുംബക്കാരൊന്നും ഇതറിയാത്ത രൂപത്തിൽ നമ്മൾക്ക് ചെന്ന ചെറുപ്പക്കാരനെ അന്വേഷിക്കാം.
സുബഹി നേരം കഴിഞ്ഞപ്പോൾ മകൾക്ക് വേണ്ടിയിട്ട് മോള് പ്രേമിച്ച് നടന്ന ചെറുപ്പക്കാരനെ കൊണ്ട് തന്നെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ സംസ്കാരവും സ്വഭാവവും അറിയാൻ വേണ്ടിയിട്ട് അവൾ കൊടുത്ത അഡ്രസ്സിൽ അവനെ ചെന്നിട്ട് ഉപ്പയങ്ങ് നോക്കുമ്പോ, അന്വേഷണം നടത്തുമ്പോ നാട്ടുകാരിലോ അവനെ അറിയുന്ന കൂട്ടുകാരിലോ അവനെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല. 5 നേരം നിസ്കരിക്കുന്ന പിതാവിൻ്റെ മനസ്സ് തകർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഉപ്പാക്കന്നത്തെ രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായി, ഭക്ഷണം പോലെ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. മോളോട് എങ്ങനെ പറയും, മോളെ ഓൻ്റെ സ്വഭാവം ശരിയില്ല, അവൻ കഞ്ചാവിനടിമയാണ്, അവൻ മദ്യത്തിനടിമയാണ്, അവന് ഒരുപാട് മോശക്കാരായ കൂട്ടുകാരാണുള്ളത്, നല്ല കൂട്ടുകാരും അവനില്ല മോളെ. അവൻ നിന്നോട് പറഞ്ഞതുപോലെയുള്ള രീതിയിലല്ല അവൻ്റെ ജീവിതം. എല്ലാം ഉപ്പാൻ്റെ മനസ്സിലുണ്ട്, എങ്ങനെ അവതരിപ്പിക്കും? പറയാതിരിക്കാനും പറ്റൂലല്ലോ. 10, 18, 19, 20 വർഷത്തോളം തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്നുള്ള രീതിയിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും അറിയിക്കാതെ പോറ്റി വളർത്തിയ മോള് പാതിരാവിനെ പോലും പകൽ പോലെയാക്കി പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് ിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് തീത്തുപ്പുന്ന സൂര്യനോട് മല്ലടിച്ച് പണിയെടുത്തിട്ട് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അവളെ ഒരു നല്ല ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ചിട്ട് ഇറങ്ങുന്നത് കണ്ട് മനസ്സുകൊണ്ടൊന്ന് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന പിതാവിൻ്റെ മനസ്സാകെ തളർന്നു പോയിരിക്കുകയാ. ആ പകൽ തന്നെ ഉപ്പ എന്ത് ചെയ്തു? മോളെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ അവനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് നീ ഉറപ്പിച്ചതാണോ? ഇതുവരെ നിന്നെ വളർത്തിയത് ഞാനാണല്ലോ, നിന്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിന്നത് ഞാനും ഉമ്മയുമാണല്ലോ. നിനക്കെന്തും വാങ്ങിച്ചു തരാ, നീ ആഗ്രഹിച്ചതെന്തും നിനക്ക് എത്തിച്ചു തരാൻ ഞാൻ കഴിവുള്ളവനാണ് മോളെ. നിന്നോട് വളരെയേറെ സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഉപ്പ നിന്നെ ഉപദേശിക്കുന്നത്. മോളെ, എൻ്റെ മോൾ ആഗ്രഹിക്കുന്നത് വേറെ എന്തു വേണമെങ്കിലും ഞാൻ എത്തിച്ചു തരാം. പക്ഷേ നീ സ്നേഹിച്ചു നടന്ന ഈ ചെറുപ്പക്കാരൻ്റെ സ്വഭാവം ശരിയില്ല മോളെ. അവനെ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയാപ്പിളയായിട്ട് എടുക്കാൻ പറ്റിയ സംസ്കാരത്തിലല്ല. അതുകൊണ്ട് ഒഴിവാക്കി കൂടെ മോളെ. നിസ്സഹായനായി നിന്നുകൊണ്ടൊരു പിതാവ് തൻ്റെ മകളുടെ മുഖത്ത് നോക്കിയിട്ട് അവൾ ആഗ്രഹിച്ച കാമുകനുമായിട്ടുള്ള ബന്ധങ്ങളെ ഒഴിവാക്കാൻ പെറ്റുപോറ്റ് വളർത്തിയ ഉമ്മയും ഉപ്പയും ആ മകളുടെ മുന്നിൽ നിന്നിട്ട് കരയുമ്പോ ആ പൊന്നുമോൾ ആ വലിച്ചിറങ്ങുന്ന കണ്ണിലേക്ക് നോക്കിയിട്ട് ഉപ്പയോട് പറഞ്ഞത്, ഉപ്പ ആവില്ല ഉപ്പ, ഞാൻ അങ്ങ് വാക്ക് കൊടുത്തതാണ്. നിങ്ങളെ പറയുന്നത് പോലെയുള്ളൊരു ജീവിതമല്ല അവൻ്റെ ജീവിതം. അത് അസൂയ കൊണ്ട് പലരും പറയുന്നതാകാം, അവനോടുള്ള പല നിലക്കുള്ള വൈരാഗ്യം കൊണ്ട് വെറുപ്പ് കൊണ്ട് പറയുന്നതാകാം. അതുകൊണ്ട് ഉപ്പ ഇതിൽ നിന്ന് മാറാൻ എനിക്ക് കഴിയില്ല ഉപ്പ. ഉസ്താദേ, എനിക്ക് വേറെ മാർഗമില്ല, എൻ്റെ മുന്നിൽ വേറൊരു മാർഗമില്ല. അവളെ ഇനി ഉപദേശിച്ചിട്ടോ എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടോ മാറ്റാൻ കഴിയുമെന്ന് ഓർക്കാൻ പോലും കഴിയുന്നില്ല. അന്നേരം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു, പരിശുദ്ധമായ പള്ളികളിലേക്ക് ഞാനങ്ങ് മുസ്ഹഫ് കൊടുക്കാൻ വേണ്ടി നേർച്ച നേർന്നു. മഖാമകളിൽ വെള്ള പുതപ്പിക്കാനും നേർച്ചകൾ നേർന്നു. എൻ്റെ മോളുടെ മനസ്സിലങ്ങ് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള, എൻ്റെ മോളുടെ മനസ്സിലങ്ങ് കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരനോടുള്ള സ്നേഹം മാറിയിട്ട് മാതാപിതാക്കളാകുന്ന ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കുന്ന മോളായി മാറാ എൻ്റെ മുന്നിൽ ഈ നേർച്ചകൾ വെക്കേണ്ടി വന്നു ഉസ്താദ്. ആ നേർച്ചകൾ നേർന്ന് ഞാൻ ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാ എൻ്റെ മോളെ മനസ്സ് ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉപ്പ ഇതും പറഞ്ഞ് കരയുകയാ. എന്നോട് പറയാണ്, ഉസ്താദേ, അവൾക്ക് വേണ്ടിയിട്ട് 1000 അല്ല 10,000 അല്ല ലക്ഷം പോലും ചെലവഴിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എൻ്റെ വീടും എൻ്റെ സ്ഥലവുമെല്ലാം എൻ്റെ മോൾക്കുള്ളതാണ്. ആകെയുള്ള ഞങ്ങളുടെ സമ്പാദ്യം എന്നുള്ളത് അവൾ തന്നെയാ. ഞാൻ അധ്വാനിച്ചതും ഞാൻ ഉണ്ടാക്കി വെച്ചതും എൻ്റെ മോൾക്ക് വേണ്ടിയാണല്ലോ, വേറെ ആർക്കും കൊടുക്കാനില്ലല്ലോ ഉസ്താദേ. പക്ഷേ നല്ല ഈമാനുള്ള സംസ്കാരമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ച് ഇറങ്ങി നടക്കുന്നത് കാണാനാണ് ഞങ്ങൾ മോഹിച്ചത്. മറിച്ച് അവൾ ഈ രീതിയിൽ ഇങ്ങനെ ആഗ്രഹിക്കും, ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചില്ല, ആഗ്രഹിച്ചില്ല. അവിടെ മനസ്സൊന്ന് മാറിക്കിട്ടാ, ആ പ്രണയത്തിന്റെ വഴികളിൽ നിന്ന് മാറിയിട്ട് മാതാപിതാക്കളാകുന്ന ഞങ്ങൾ അനുസരിക്കുന്ന മോളായി മാറാ. ഞാനങ്ങ് നേർച്ചകൾ നേർന്നതാ, അതുകൊണ്ടെങ്കിലും ഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ കഴിയുന്നതിനിടയിലാണ് ഒരു ദിവസം രാവിലെയായപ്പോ മകള് കിടന്നുറങ്ങുന്ന മുറിയങ്ങ് തുറന്നിട്ടിരിക്കുകയാ. മോളെ കാണുന്നില്ല. അന്വേഷണം കൂടുതൽ നടത്തേണ്ടി വന്നില്ല. അവനും അവളുമായിട്ട് ഏതോ ഒരു ജില്ലയിൽ അവർ താമസം തുടങ്ങിയിരിക്കുകയാ. ഉസ്താദേ, 5 നേരം നിസ്കരിക്കുന്ന, ഖുർആന് പാരായണം ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി ദിക്റുകൾ ചൊല്ലുന്ന ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നിന്ന് എൻ്റെ പൊന്നുമോൾ ഇന്ന് വഴിതെറ്റിപ്പോയതിൻ്റെ പേരിൽ ഞാൻ ഇന്നും ദുഃഖത്തിലാ. ഇങ്ങനെ ഒരു ചതിയിൽ എൻ്റെ മോൾ അവസാനം പെട്ടുപോകുമെന്ന് ഞാൻ കരുതിയില്ല. സുബ്ഹാനല്ലാഹ്. പറഞ്ഞുകൊണ്ട് വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീടുകളിൽ മാന്യതയോടുകൂടി കഴിയുന്ന മക്കളുണ്ടാകാം. അവരുടെ നമ്മളുമായിട്ടുള്ള ഇടപെടുന്ന കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചു പോകും നമ്മുടെ മക്കൾ നല്ലവരാണെന്ന്. ഇന്നത്തെ കാലഘട്ടത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളുടെ സ്വഭാവങ്ങൾ നോക്കിയിട്ട് അവരുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശമുള്ളത് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുന്നില്ല. നമ്മൾ ചിന്തിച്ചതിനും അപ്പുറമാ. ഇവിടെ മാതാപിതാക്കൾ ഉണരേണ്ടതുണ്ട്, മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മളോട് പഠിപ്പിച്ചു തന്നതാണല്ലോ, നല്ല ഭൂമി നന്നായാൽ അതിലൂടെ ഉണ്ടാകുന്ന വിളവുകൾ നന്നാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. ഏതായി ഭൂമി? മാതാപിതാക്കളാകുന്ന നമ്മള്, രക്ഷിതാക്കളാകുന്ന നമ്മള്, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം നന്നായാൽ അതിലൂടെ സന്താനങ്ങൾ നന്നാകുന്നതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാര് നന്നായാൽ അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ നന്നാകുകയാണ്. നമ്മൾ എന്തെങ്കിലൊക്കെ വൃക്ഷത്തൈകൾ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലൊക്കെ ഫലങ്ങൾ നമ്മൾക്ക് കിട്ടണമെങ്കിൽ അവിടെ മണ്ണ് നന്നാകണം, ഭൂമി നന്നാകണം. ചില ഭൂമി കാണിച്ചിട്ട് ചില ആളുകൾ പറയല്ലോ ഇവിടെ എന്തുണ്ടാക്കിയാലും ഗുണമുണ്ടാവൂല. ചില മണ്ണ് കണ്ടാൽ ചിലർ പറയും ആ മണ്ണിലൊന്നും വിളവെടുക്കാൻ കഴിയില്ല. അതുപോലെയാണ് മാതാപിതാക്കളുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും മക്കളുടെ സ്വഭാവം ഉണ്ടാകുന്നത്. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സന്താനങ്ങൾ നന്നാകാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളാകാൻ വേണ്ടി പോകുന്നവരോട് അഥവാ ഭാര്യ ഭർത്താക്കന്മാരോട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം തൊട്ട് മരണം വരെയുള്ള കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മേഖലകളിലും നമ്മുടെ ശത്രു എന്നുള്ളത് ഇബ്ലീസാണല്ലോ.
ഇബ്ലീസുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് നമ്മൾ നീങ്ങിയാൽ എവിടെയും നമ്മൾ രക്ഷപ്പെടും, വിജയിക്കും. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ വഴികളിലേക്കാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത്. അത് പലയിടങ്ങളിലും പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നടത്തിയിട്ടുണ്ട്. കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ ഉറങ്ങണം, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ ഭക്ഷണം കഴിക്കണം, എണീക്കുന്ന സമയത്ത്, രാവിലെ എണീച്ച് ഉണരുന്ന സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ ഉണരണം, ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ നടക്കണം, ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ തുപ്പണം, ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ നോക്കണം പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹ്. ഇതെല്ലാം പഠിപ്പിച്ച ആരംഭപ്പൂവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ വിവാഹം കഴിച്ചാൽ ഏത് രീതിയിലായിരിക്കണം ഭാര്യയുമായിട്ട് പെരുമാറേണ്ടത്, ഏത് രീതിയിലായിരിക്കണം ഭർത്താവുമായിട്ട് പെരുമാറേണ്ടത്. സംസ്കാര മേഖലകൾ അവിടെയെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മണിയറക്ക് പുറത്തുള്ള ജീവിതത്തെയും പഠിപ്പിച്ചിട്ടുണ്ട്, മണിയറയുടെ ഉള്ളിലുള്ള ജീവിതത്തെയും പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ നന്നാകാൻ വേണ്ടിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന സമയത്ത് ദിക്ർ ചൊല്ലണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്വാൻ വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ. ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഹദീസിൻ്റെ അവസാനം, ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെട്ടതെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ ഒരിക്കലും ഇബ്ലീസിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. അവർ നാണം മറക്കുന്നവരായി വളരും, അവർ കുടുംബത്തിന് അഭിമാനമുള്ളവരായി വളരും, കുടുംബത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് വളരും, കുടുംബത്തിൻ്റെ പാരമ്പര്യം നോക്കിയിട്ട് മക്കൾ വളരും. മാതാപിതാക്കൾ എന്തു വേണം, ഭാര്യയും ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് രണ്ടുപേരും ചൊല്ലണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്വാൻ വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ. പിന്നെയും പറഞ്ഞു ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരും പൂർണ്ണനഗ്നരായി ബന്ധപ്പെട്ടുകൂടാ, അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് നാണമുണ്ടാവുകയില്ല. ഹബീബുനാ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്താനമുൽപാദനത്തിന്റെ മാർഗങ്ങളിലെല്ലാം അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ബന്ധങ്ങളുണ്ടായാൽ അവിടെയെല്ലാം അല്ലാഹുവിൻ്റെ പരിപൂർണമായ സംരക്ഷണം ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ഉമ്മമാരെ, കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് ഗർഭിണിയായാൽ പ്രസവം നടക്കുന്നത് വരെ അവളുടെ ആ ഗർഭകാലത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് രീതിയിലാണ് അവൾ ആ ഗർഭകാലത്തെ കാണേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീടുകളിൽ കഴിയുന്ന ഉമ്മമാര് കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായാൽ 1-2 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പാടെ ഗർഭിണിയായി കഴിഞ്ഞാൽ റെസ്റ്റിന്റെ പേര് പറഞ്ഞിട്ട് നിസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്ന ഉമ്മമാരാ, ഖുർആൻ പാരായണങ്ങൾ ഉപേക്ഷിക്കുന്നവരാ, മറ്റുള്ള ദിക്റുകളെല്ലാം ഒഴിവാക്കിയിട്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ജീവിതത്തിന്റെ സുഖങ്ങളെ തേടി പോകുമ്പോ
നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കളാണ്. ദുഷിച്ചു പോകുന്നത് അതിലൂടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന മക്കളാ. പരിശുദ്ധ ദീന പറഞ്ഞു, ഗർഭകാലത്തുള്ള പെണ്ണിന്റെ നിസ്കാരം എന്നുള്ളത് അല്ലാത്ത സമയത്തുള്ള നിസ്കാരത്തെക്കാൾ 80 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ഒരു വഖത്ത് നിസ്കാരത്തിന് 80 ഇരട്ടി പ്രതിഫലമാണ് ഗർഭിണിയായ പെണ്ണ് നിസ്കരിക്കുമ്പോൾ അവൾക്ക് കിട്ടുന്നത്. ഇത് പരിശുദ്ധ ദീന നൽകുന്ന ഏറ്റവും വലിയ ഓഫറാ. അതും 4 മാസം കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് ഫിത്നകളെ ചിന്തിച്ചുകൂടാ, ഫിത്നകളെ പറഞ്ഞുകൂടാ, ഹറാമുകളെ കണ്ടുകൂടാ, ഗൈബത്ത് നമീമത്തുകളെ പറഞ്ഞുകൂടാ. അല്ലാഹു വെറുക്കുന്ന ഒരു വഴിയും ചിന്തിക്കുകയോ കാണുകയോ പറയുകയോ ചെയ്തുകൂടാ. അതെല്ലാം തന്റെ സന്താനത്തെ ബാധിക്കുന്നതാണ്. സിനിമ കാണുന്ന, സീരിയൽ കാണുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിത്നകൾ പറയുന്ന സ്വഭാവക്കാരിയാണ് എങ്കിൽ മക്കളുടെ ജീവിതം നന്നാവുകയില്ല. ഗർഭകാലത്ത് അവൾ പരിപൂർണമായ ഇബാദത്തിൽ കഴിയേണ്ടവളാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ഈ പരിപൂർണമായ ഈമാനോടെയുള്ള ജീവിതം നയിക്കുമ്പോ ഒരു ഭർത്താവിന്റെ കടമ എന്നുള്ളത് എന്താണ്? കല്യാണം കഴിഞ്ഞ ഏതൊരു ഭാര്യക്കും എപ്പോഴും സമാധാനം കൊടുക്കേണ്ടവനാണല്ലോ ഭർത്താവ് എന്നുള്ളത്. എപ്പോഴും സമാധാനം കൊടുക്കേണ്ടവനാണ് ഭർത്താവ് എന്നുള്ളത്. തികച്ചും അതെ. പ്രത്യേകിച്ചിട്ട് ഗർഭകാലത്ത് ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് ഭാര്യ വിഷമിച്ചുകൂടാ. ഭാര്യ ഗർഭിണിയാണെങ്കിൽ ആ സമയത്ത് പരിപൂർണമായും സമാധാനം ഭർത്താവ് നൽകേണ്ടതാണ്. അവനിൽ നിന്നുള്ള പരിപൂർണ സമാധാനം അവൾക്കുണ്ടാകണം. ഓൻ്റെ സ്വഭാവം ആ സമയത്തും മോശമാണെങ്കിൽ ആ മക്കൾ ഒരിക്കലും ഉപ്പാക്കും മാക്കും ഗുണമുള്ള മക്കളായിട്ട് വളരൂല. ഇത് ഗർഭിണിയായാൽ പോലും ഭാര്യൻ്റെ മുഖം നോക്കിയിട്ട് ചീത്ത പറയുന്ന ഉപ്പാരുണ്ട്, തന്തൊക്കെ വിളിക്കുന്ന ഉപ്പാരുണ്ട്, കുടുംബത്തെ പറയുന്ന ഉപ്പാരുണ്ട്, മനസ്സ് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ശരീരം വേദനിപ്പിക്കുന്ന ഉപ്പമാരുണ്ട്. ഭാര്യ ഗർഭിണിയാണെന്ന് പോലുള്ള ചിന്തകളില്ലാതെ ചീത്ത വിളിക്കുന്ന, തെറി പറയുന്ന, കുറ്റപ്പെടുത്തുന്ന, കണ്ണീര് ഒഴിക്കുന്ന രീതിയിൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ബാധിക്കും, അത് സന്താനങ്ങളെ ബാധിക്കും. ദുനിയാവിൽ തന്നെ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ഭാര്യയുടെ ആഗ്രഹം നമ്മളെ സാധിപ്പിച്ചു കൊടുക്കണമെന്നാ പരിശുദ്ധ ദീൻ പറയുന്നത്. മഹാനായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഗർഭിണിയായ ഭാര്യൻ്റെ ആഗ്രഹം ഭാര്യ പങ്കുവെച്ചു. പഴം തിന്നാൻ വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ എവിടെന്നെങ്കിലൊക്കെ ഇത്തിരി ഫ്രൂട്ട്സ് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഭാര്യൻ്റെ ആഗ്രഹമല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്. എന്താ ദുഃഖം? ഭാര്യ ആഗ്രഹിച്ച ആ പഴം അവൾ ആഗ്രഹിച്ച സമയത്ത് അത് കായ്ക്കുന്ന സമയമല്ല. അതുകൊണ്ട് തന്നെ വല്ലാത്ത വിഷമമുണ്ട്. പക്ഷേ ഗർഭിണിയായ ഭാര്യൻ്റെ ആഗ്രഹമല്ലേ, എവിടുന്നെങ്കിലും കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയോടെ മഹാനായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓരോരോ മരങ്ങൾ ഇങ്ങനെ നോക്കി പോവാണ്. എല്ലാം കരിഞ്ഞ് ഉണങ്ങിയിട്ടിങ്ങനെ കിടക്കുക. ഒരിക്കലും പഴം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോ കരിഞ്ഞ ഒരു ആ മരത്തിൽ നിന്നാണ് ആ പഴം വരേണ്ടത്, ലഭിക്കേണ്ടത്. ആ മരം ഉണങ്ങിക്കിടക്കുകയാണ്. ആ മരത്തെ നോക്കിയിട്ടങ്ങ് ദുആ ചെയ്തു. ഖനിയില്ല കാലം ഖനിയെ കൊടുത്തോവർ, കരിഞ്ഞേ മരത്തുമ്മൽ കായായി നിറച്ചോവർ. മഹാനായ ഗൗസുൽ ആലമിന്റെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തു. ഗർഭിണിയായ ഒരു പെണ്ണിന്റെ ആഗ്രഹം ആ കരിഞ്ഞ മരത്തിൽ അല്ലാഹു പഴം കൊടുത്തു സഹായിച്ചു.
മറിയം ബീവിയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹം ഗർഭകാലത്ത് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ പെങ്ങളെ, ഗർഭിണിയാവുക എന്നുള്ളതൊരു രോഗമല്ല, അതൊരു രോഗത്തിന്റെ ലക്ഷണമല്ല, രോഗത്തിന്റെ അടയാളമല്ല. ഏതെങ്കിലും ഒരു പെണ്ണ് ഗർഭിണിയായാൽ അല്ലാഹു ആ പെണ്ണിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് അറിയണേ. എന്തേ കാരണമെന്നല്ലേ? അതേ നീ ഗർഭം ചുമന്ന കുഞ്ഞി ലോകത്ത് പിറന്നു വീണോ വളർന്നു വലുതായി അറിയപ്പെടുന്ന ഒരു വലിയ പണ്ഡിതനായി മാറി, വലിയായി മാറി എന്നാൽ ആ വലിയനെ ലോകത്തുള്ള ഏതൊരാളും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോ ആ വലിയന്റെ സ്വർഗം എവിടെയാണെന്നറിയുമോ? ആ വലിയ ജനിച്ചത് ഏത് ഗർഭാശയത്തിൽ നിന്നാണോ ആ ഉമ്മാന്റെ പൊരുത്തം കിട്ടാതെ ആ വലിയ സ്വർഗത്തിൽ കടക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മക്കൾ എത്ര വലിയവരായാലും, മക്കൾ എത്ര ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയാലും, ഏതേത് മക്കളായാലും ആ മക്കളുടെ സ്വർഗം എന്നുള്ളത് ഉമ്മയാണല്ലോ. മോളെ, അതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാര്യ എന്നുള്ള പദവിയാണ് നിനക്ക് നൽകിയിട്ടുള്ളത് എങ്കിൽ ഗർഭിണിയാകലോടുകൂടെ അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം എന്താണ്? അവന്റെ സ്വർഗീയ ലോകത്തെ കൊണ്ടുവന്ന് നിന്റെ പാദത്തിനടിയിലേക്ക് അങ്ങ് വെച്ച് തന്നു. ആ സ്വർഗത്തെ കൊണ്ടുവന്നിട്ട് അല്ലാഹു നിന്റെ കാലിനടിയിലേക്ക് അങ്ങ് വെച്ച് തന്നു. അവിടെയാണ് നിന്റെ ഗർഭാശയത്തിൽ വളർന്ന കുഞ്ഞിന്റെ സ്വർഗമെന്ന് പഠിപ്പിച്ചു സയ്യിദുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ മക്കൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഗർഭകാലത്തെ ഈമാനികപരമായ ചിന്തകളും അനിവാര്യമാണ്. അല്ലാഹുവിനെ കുറിച്ചുകൊണ്ടുള്ള ഓർമ്മകൾ അധികരിപ്പിക്കേണ്ടതുമാണ്. അതേപോലെ തന്നെ ഭർത്താവ് പൂർണ്ണമായും അവൾക്ക് സംതൃപ്തി നൽകേണ്ടതുമാണ്. നിന്നിൽ നിന്ന് പരിപൂർണമായ സമാധാനം അവൾക്ക് ലഭിക്കേണ്ടതുമാണ്. അവൾ എന്തെങ്കിലും നിന്റെ കഴിവിൽപ്പെടുന്നത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ അത് എടുത്തു കൊടുക്കാൻ, വാങ്ങിച്ചു കൊടുക്കാൻ കയ്യിൽ കാശുണ്ടെങ്കിൽ ഗർഭകാലത്തുള്ള പെണ്ണിന്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ വിലങ്ങ് നിൽക്കാൻ പാടില്ല. ചെയ്തു തരൂല, വാങ്ങിച്ചു തരൂല, അതെന്നെ കൊണ്ടാകൂല എന്നൊരിക്കലും പറയാൻ പാടില്ല. കയ്യിൽ കാശുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുക്കണേ. കാരണം ഗർഭകാലത്ത് അവൾ റഹ്മത്തിന്റെ മലായികങ്ങളുമായിട്ട് പ്രത്യേകമായ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാ, അല്ലാഹുവായിട്ട് പ്രത്യേകമായ കണക്ഷൻ സ്ഥാപിക്കുകയാ. ആ സമയത്ത് മറ്റേതൊരാളും അവളോട് കാരുണ്യത്തോടെയല്ലാതെ പെരുമാറാൻ പാടില്ല. നിങ്ങൾ അറിഞ്ഞില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? എന്താ ഏറ്റവും വലിയ അനുഗ്രഹം? ഒരു പെണ്ണ് ഗർഭിണിയാകുക. പെണ്ണ് ഗർഭിണിയായാൽ തന്നെ നിങ്ങൾക്കറിയോ, ആ പെണ്ണിന് പ്രകൃതിയിൽ മറ്റെന്തൊക്കെ രോഗങ്ങളുണ്ട്, ആ രോഗങ്ങളൊക്കെ പിന്നെ പോവും. പിന്നെ ഇത് മാത്രമായി ഈ ഗർഭത്തെക്കുറിച്ചുകൊണ്ടുള്ള ചിന്തകൾ മാത്രം. ബാക്കിയുള്ള അതിൻ്റെ മുമ്പൊക്കെ പലതിലും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടാകാം, അതൊക്കെ പോയി. ഇപ്പം ഗർഭിണിയാണ് എന്നുള്ള ആ ഒരു രീതിയിൽ അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് അവൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നാട്ടിലുള്ളവരും കുടുംബത്തിലുള്ളവരും എപ്പോഴും അവളെ തിരക്കുകയാണ്, അവളെ കാര്യങ്ങൾ അറിയാണ്, അവളോട് സഹതപിക്കുകയാണ്, അവളോട് സ്നേഹം പങ്കുവെക്കുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ സമയത്ത് കിട്ടുന്നുണ്ട്. പരിശുദ്ധ ദീൻ അങ്ങനെയാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹു ഗർഭിണികളായ ഉമ്മമാർക്ക് സുഖപ്രസവം നൽകട്ടെ. ഒരുപാട് സഹോദരിമാർ, ഒരുപാട് സഹോദരങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഇന്നലെ ഞാൻ കാഞ്ഞങ്ങാടിൻ്റെ ഒരു ഭാഗത്തായിരുന്നു. അവിടുത്തെ വയല് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞു, ഉസ്താദ് 10, 20, 22 കൊല്ലമൊക്കെ ആയി മക്കളില്ലാതെ, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവേ, നീ ഏത് നിലയിലാണോ പരീക്ഷണം നൽകുന്നത് അതിൽ ക്ഷമിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന് പകരമായിട്ട് പടച്ചോനെ നീ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്താനങ്ങളെ നീ അവർക്ക് നൽകണേ അല്ലാഹ്. ഭക്ഷണം കഴിച്ച വീട് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഭാര്യ ഗർഭിണിയാണ്, ദുആ ചെയ്യണം. അല്ലാഹുവേ, ആ വീട്ടിലുള്ള ഭാര്യ അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ
പെണ്ണുങ്ങളൊക്കെ ഗർഭിണികളാണ്. അല്ലാഹുവേ നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഭാര്യമാർ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ പെങ്ങളുടെ മക്കളടക്കം പലരും ഗർഭിണികളാണ്. അല്ലാഹുവേ നീ സുഖപ്രസവം നൽകണേ അല്ലാ. സമാധാനപരമായ പ്രസവം നീ നൽകണേ അല്ലാ. ഇതിങ്ങനെ പ്രസവം അടുത്ത് വരുന്ന സമയത്തൊക്കെ പെണ്ണുങ്ങൾക്ക് വല്ലാത്തൊരു പേടിയാണ്, ഭയമാണ്. കാരണം എന്താ, ഇവരെ വിചാരം ഈ ഹോസ്പിറ്റലിലെ മരുന്ന് കൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ പിന്നെ വളർച്ച ഉണ്ടാകുന്നതും ഈ കുഞ്ഞിൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നതും ഈ പെണ്ണ് പ്രസവിക്കാൻ കാരണമൊക്കെ ആകുന്നത് പൂർണ്ണമായിട്ടും ഇവിടെയുള്ള ഡോക്ടർമാരെ കഴിവ് കൊണ്ടാണെന്ന് ചിന്തിക്കുന്ന ചില ഉമ്മമാരുണ്ട്. ഒരിക്കലും നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവിടെ പരിപൂർണമായി അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ലോകമുണ്ടെങ്കിൽ അത് ഉമ്മാൻ്റെ ഗർഭാശയാണ്. ലോകത്ത് മറ്റൊരു വഴികളും മറ്റൊരു അത്ഭുതം നടക്കുന്ന ഒരു സ്ഥലവും നമ്മൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. നമ്മളൊക്കെ വാട്സപ്പിലും യൂട്യൂബിലൊക്കെ കാണാം, ഇതാ ഇവിടെ അത്ഭുതം നടന്നിരിക്കുന്നു, ഇന്ന സ്ഥലത്ത് വലിയ അത്ഭുതമുണ്ട്. അതൊന്നും ഒരു അത്ഭുതമല്ല. ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത് ഗർഭാശയത്തിൽ കുഞ്ഞ് വളരുന്ന അത്ഭുതമാണ്. അതിനോളം അത്ഭുതം ലോകത്ത് വേറൊന്നുമില്ല. അള്ളാഹു അത് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അത് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ സമയത്ത് പരിപൂർണമായ തവക്കുലുണ്ടാകണം. എൻ്റെ റബ്ബെന്നെ കൈവിടൂല, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ വേദനിപ്പിക്കൂല, എന്നെ സങ്കടപ്പെടുത്തൂല. കാരണം എൻ്റെ റബ്ബ് എന്നോട് കാരുണ്യമുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കൃപ എന്നിലുണ്ടാകും, അവൻ്റെ കാരുണ്യം എന്നിലുണ്ടാകും. വിശ്വാസം എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾക്ക് സുഖപ്രസവം ഉണ്ടാവും. ഞാൻ പെണ്ണുങ്ങളോട് പറയാ, എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തായ വഫിയ ബിരുദം വാങ്ങിയ ഒരു സഹോദരി കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായപ്പോൾ ഓളെ പ്രാർത്ഥന, പടച്ചോനെ പ്രസവ മുറിയിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപോയി ലേബർ റൂമിൻ്റെ പുറത്തേക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് അവർ ബാങ്ക് കൊടുക്കാതെ എനിക്കിന്നെ ബാങ്ക് കൊടുക്കാൻ പറ്റണം. പ്രസവിച്ച ഉടനെ എനിക്കിന്നെ എടുത്തിട്ട് ബാങ്ക് കൊടുക്കാൻ പറ്റണം എൻ്റെ കുഞ്ഞിക്ക്. ദുആ അതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കഴിവ് കൊടുത്തു. ഒരു പ്രയാസവും ഇല്ലാതെ പ്രസവിച്ച പാട് നഴ്സുമാർ കുഞ്ഞിനെടുത്ത പാടിനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ ഞാൻ ഒന്ന് ബാങ്ക് കൊടുക്കട്ടെ. ലേബർ റൂമിൻ്റെ അകത്തുനിന്ന് ആ പെണ്ണ് ബാങ്ക് കൊടുത്തു, ഇഖാമത്തും കൊടുത്തു. പ്രസവിച്ച ഉമ്മന്നെ ബാങ്ക് ഇഖാമത്തും കൊടുത്തു. ആലോചിക്കണം നിങ്ങൾ. വിശ്വാസമാണത്, തവക്കുലാണത്. അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അള്ളാഹുവിന്റെ സഹായം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ലഭിക്കും. പക്ഷെ അവിടെ നമ്മുടെ ഖൽബിന് അതിനുള്ള ഈമാൻ ഉണ്ടാകണം. കണ്ണൂർ ജില്ലയിൽ ഇതുപോലൊരു സദസ്സിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞില്ലേ, ഉസ്താദെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം പോകുന്ന വേദികളിൽ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 പ്രസവവും ഓപ്പറേഷനിലൂടെയാണ് നടന്നത്. ഒരിക്കലും ഇനി ഭാര്യ പ്രസവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, പ്രസവം നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. ഇപ്പം തൽക്കാലം നിർത്താനുള്ളതൊന്നും നിങ്ങൾ ചെയ്യണ്ട, അതിനുള്ള മരുന്നൊന്നും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഞങ്ങൾ നിർത്താൻ ആഗ്രഹിക്കണില്ല, അത് വേണ്ടി വന്ന് ആലോചിച്ച് ചെയ്യാം, ഞങ്ങളതിന് വേണ്ടുന്ന രീതിയിൽ ഞങ്ങൾ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞു. ഏതായാലും പെണ്ണെ, നീ ഇനി ഗർഭം ചുമക്കാൻ പാടില്ല, നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി ഉസ്താദേ. അപ്പം ഈ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞത്രയ്ക്ക, അള്ളാഹു നമ്മൾ ചോദിക്കാതെ പടച്ചോ നമുക്ക് തന്നതാ, ഇതിനെ നമ്മളായിട്ടൊരിക്കലും കളയരുത്. ഇതുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇത് നല്ല രൂപത്തിലായുള്ള പ്രസവം നടന്ന് ഈ കുഞ്ഞ് ലോകമറിയുന്ന, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ അറിയുന്ന ഒരു മോനായി അല്ലെങ്കിൽ ഒരു മോളായി വളർന്നാൽ അതുപോലെ നമ്മൾക്ക് ആഖിറവും ദുനിയാവും നേടാൻ. അതുകൊണ്ടൊരിക്കലും നമ്മൾ ഇതിനെ കളയാനോ അപുരുഷം ചെയ്യാനോ പാടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ഏതായാലും തൽക്കാലം ഇപ്പം 4 മാസം കഴിയുന്നവരെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരികപരമായ ബുദ്ധിമുട്ടുണ്ടായി എന്ന് തോന്നുന്നത് വരെ തൽക്കാലം ഹോസ്പിറ്റലിൽ പോകണ്ട. 6-7 മാസം കഴിഞ്ഞു. പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്ര പറ്റൂല, ഇത് എടുത്ത് കളയണം. അപ്പോൾ ഇവള് പറഞ്ഞത്ര, ഡോക്ടറെ ഇതുവരെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, പ്രസവം ഏറെക്കുറെ അടുത്തോണ്ട് വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നിങ്ങളതിന് വേണ്ടുന്ന നല്ലൊരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളുടെ വിശ്വാസം കണ്ട് ഡോക്ടറാകെ അന്താളിച്ചു പോയി. ഏതായാലും ഇവൾക്ക് വേണ്ടുന്ന ചില്ലറ മരുന്നൊക്കെ കൊടുത്തു. പ്രസവം അടുത്തു വന്നു. ലേബർ റൂമിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് വീണ്ടും സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞത്രേ, ഏതായാലും കൊണ്ടുപോയിട്ട് നിങ്ങൾ അഡ്മിറ്റ് ചെയ്തോളൂ,
തൊട്ടടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ളതെല്ലാം നിങ്ങൾ ഒരുക്കി വെച്ചോളൂ എന്നും പറഞ്ഞു. ഡോക്ടറുടെ നിർദ്ദേശവും വാങ്ങിയിട്ട് ഇതൊക്കെ കേട്ടിട്ടില്ല. ആ ഹോസ്പിറ്റലിൽ നിന്ന്, മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഭാര്യ ഭർത്താവിൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 2 പ്രസവത്തിന്റെ യഥാർത്ഥ വേദന അനുഭവിക്കാൻ എന്നെ നിങ്ങൾ അനുവദിച്ചില്ലല്ലോ. അതിനു മുമ്പേ 2 പ്രസവവും നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞുവല്ലോ. ഇതെങ്കിലും എനിക്കൊരു ആഗ്രഹമുണ്ട്, എത്ര വേദന സഹിച്ചാലും ഈ പ്രസവം എനിക്ക് സഹിക്കാൻ വേദന സഹിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുക്കല്ലേ ഇക്ക. ആ പെണ്ണ് കൈപിടിച്ചിട്ട് ഭർത്താവിനോട് പറയുകയായിക്ക, ഈ പ്രസവത്തിൽ എങ്ങാനും ഞാൻ അങ്ങ് മരിച്ചാൽ എനിക്ക് കിട്ടുന്നത് ഷഹീദിന്റെ പ്രതിഫലമാണല്ലോ. ആഖിറം എനിക്ക് നഷ്ടപ്പെടില്ലല്ലോ ഇക്ക. ദുനിയാവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും പെണ്ണിനെ കിട്ടുമല്ലോ. അതല്ല എങ്കിൽ അള്ളാഹു മറ്റൊരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരുമിക്ക. അഥവാ ഞാൻ അങ്ങ് ഈ പ്രസവത്തിൽ മരിച്ചുപോയാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടല്ലേ ഇക്ക. എൻ്റെ ആഖിറത്തിനെ ഓർത്തിട്ട് നിങ്ങൾ സന്തോഷിക്കണേ. അതല്ല, ഈ പ്രസവത്തിൽ നമ്മൾക്ക് അല്ലാഹു തരാനിരിക്കുന്ന സന്താനമാണ് മരിച്ചത് എങ്കിൽ ഇക്ക, നാളെ അള്ളാന്റെ കോടതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഖബറാകുന്ന കല്ലറകളിൽ നിന്ന് അള്ളാഹുവിന്റെ കോടതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോ അതേ പൊക്കൾ കൊടികളിലൂടെ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുന്നവരായിട്ട് പൊക്കൾ കൊടിയിലൂടെ സ്വർഗത്തിലേക്ക് മാതാപിതാക്കളെ വലിച്ചു കൊണ്ടുപോകുന്ന ചില മക്കള് മഹ്ശറാ ലോകത്ത് വരാനുണ്ട് ഇക്ക. ഒന്ന് ഗർഭാശയത്തിൽ മരിച്ച കുഞ്ഞ, പ്രസവിച്ച പാടെ മരിച്ച കുഞ്ഞുമക്കളാ. ഇങ്ങനെ എങ്ങാനും ഏതെങ്കിലും കുടുംബത്തിലെ മക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ പൊക്കൾ കൊടികളെ കൊണ്ട് അവരുടെ മാതാപിതാക്കളെ മഹ്ശറാ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ഈ പ്രസവത്തിലൂടെ നമ്മൾക്ക് അല്ലാഹു തന്ന കുഞ്ഞങ്ങ് മരിച്ചുപോയ നാളെ നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കാൻ ആ കുഞ്ഞിന് കഴിയുമല്ലോ ഇക്ക. 2 ആഖിറത്തെ അപേക്ഷിച്ച് ഖൈറാ. ഞാൻ മരിച്ചാൽ കിട്ടുന്നത് ഷഹീദിന്റെ പ്രതിഫലമാണ്. ഒരു നന്മയെ തടയാൻ നമ്മൾക്ക് കഴിയില്ലല്ലോ. അതേപോലെ തന്നെ കുഞ്ഞു മരിച്ചാൽ ആ മക്കളെ കാരണമായി അതിന്റെ പേരിൽ ക്ഷമിച്ചാൽ മാതാപിതാക്കള് സ്വർഗത്തിലാ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽപ്പെട്ട് പിഞ്ചോമന മക്കള് ഉമ്മാന്റെ മടിയിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന രംഗങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വിഷാംശങ്ങളെ ഭക്ഷണത്തിലൂടെ കടന്നു ചെന്നിട്ട് അതുവഴി മരണത്തിന് കാരണമായിട്ട് 2 മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ള കഥകൾ ഞങ്ങൾ അറിഞ്ഞപ്പോ മനസ്സ് വിങ്ങിയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. അല്ലാ, ഇതുപോലെ ഞങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളിൽ നിന്ന് പിഞ്ചോമനകൾ മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ഒരു സഹോദരൻ ചെറിയ പ്രായത്തിൽ മരിച്ചിട്ടുണ്ട്. ആയിഷ എന്ന് പേരുള്ള ഒരു സഹോദരി ചെറിയ പ്രായത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മയോട് പറയും, എൻ്റെ ഉപ്പയോട് പറയും, മതിയല്ല ഉപ്പ, ഉമ്മ, ആ മക്കള് തന്നെ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമല്ലോ. അല്ലാഹുവേ, ഇതുപോലെ മരണപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾക്ക് അതേ അവരുടെ മാതാപിതാക്കളെ വഴി സ്വർഗത്തിൽ കടക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ക്ഷമിക്കുന്ന ആളുകൾക്ക് പടച്ച റബ്ബേ, മക്കളെ മരിച്ചു പോയതിന്റെ പേരിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് ആഖിറത്തിൽ കണക്കില്ലാത്ത പ്രതിഫലം നീ നൽകണേ അല്ലാ. ഈ പെണ്ണങ്ങ് ഇത് പറയുകയാ, ഇക്ക നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളെ പ്രയാസപ്പെടരുതേ. എൻ്റെ ആഖിറത്തിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കല്ലേ.
വേദന വന്നുകൊണ്ടിരിക്കുകയാണ്. ലേബർ റൂമിലേക്ക് എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി ആക്കി കൊടുത്തു. അവിടെ ഞാനിങ്ങനെ വാതിലിന്റെ പുറത്തിങ്ങനെ ഞാനിങ്ങനെ ദിക്റുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി നടക്കുമ്പോ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ ഓപ്പറേഷൻ ചെയ്യൽ അനിവാര്യമാണ്, ഓപ്പറേഷൻ ചെയ്യൽ അനിവാര്യമാ, അതിനുള്ള ഒരുക്കങ്ങൾ നടത്താം. പേപ്പറുകളൊക്കെ എൻ്റെ കയ്യിലേക്ക് വന്നു. ആ പേപ്പറൊക്കെ ഞാൻ വാങ്ങിയിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്കൊന്നെൻ്റെ ഭാര്യയെ കാണണമെന്ന്. അവരെ എന്നോട് അവസാനമായിട്ട് അനുവാദം തന്നു. ലേബർ റൂമിന്റെ ഉള്ളിൽ കയറുകയാ. ഗ്ലാസ് ഇട്ട വാതിലിന്റെ അപ്പുറത്തെന്റെ ഭാര്യ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചുണ്ട് അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൈകാലുകൊണ്ട് വേദന കൊണ്ടവളെ കൈകാലിട്ടടിച്ച് അവളെ പൊളയുകയാ. ഈ സമയത്ത് ഞാൻ ഗ്ലാസിന്റെ ഇപ്പുറത്ത് നിന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഈ പേപ്പറുകൾ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോ എന്റെ ഭാര്യ വേദന കൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത എന്റെ ഭാര്യ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, ചെയ്തേക്കല്ലേ, ഓപ്പറേഷൻ ചെയ്യാൻ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തേക്കല്ലേ. എന്റെ ഭാര്യയുടെ ആ ലേബർ റൂമിൽ കടന്നുകൊണ്ടുള്ള വിശ്വാസം കണ്ടപ്പോ എന്റെ മനസ്സിലെന്തെന്നില്ലാത്ത ഈമാനിന്റെ പ്രഭയങ്ങ് കടന്നു വന്നു. ഉസ്താദേ, ഞാനങ്ങ് ഡോക്ടറോട് പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഇല്ല, എന്റെ ഭാര്യ അതിനെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കും ഓപ്പറേഷൻ ഇഷ്ടമല്ല. ഇത് വേണ്ടതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ പ്രസവം അടുത്ത സമയമാ. അവസാനം ഡോക്ടർ പറഞ്ഞത്രേ, എന്നാൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഈ പ്രസവത്തിൽ ഒന്നുകിൽ കുഞ്ഞു മരിക്കും, അല്ലെങ്കിൽ ഉമ്മ മരിക്കും. രണ്ടിലൊരു മരണം ഉറപ്പാണ്. ആലോചിച്ചു നോക്കണേ. ഭാര്യ മരണത്തിന്റെ മുന്നിലാ ഉള്ളത്, അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകാൻ വേണ്ടി പോകുന്ന സന്താനം മരണത്തിന്റെ മുന്നിലാ ഉള്ളത്. ഈ കഥയങ്ങ, ഈ സംഭവം ഈ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഡോക്ടർ പറയുകയാണ്, മോനെ എഴുതിത്തരണം, ഒരിക്കലും ഹോസ്പിറ്റലിലുള്ള അധികൃതർ ഇതിൽ നടന്ന മരണത്തിന്റെ പേരിൽ ഉത്തരവാദികളല്ല. നഴ്സുമാരോ ഇവിടെയുള്ള ഡോക്ടർമാരോ ഉത്തരവാദിയല്ല. ഒപ്പിട്ട് കൊടുത്തു, എഴുതി കൊടുത്തു. ഞാൻ എൻ്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് അള്ളാനെ വിളിച്ചുകൊണ്ട് ദുആഉൽ കർബ് ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ദിക്റുകൾ ചൊല്ലിയിരിക്കുമ്പോ ഒരൽപ്പ സമയം കഴിഞ്ഞിട്ട് എൻ്റെ റൂമിന്റെ വാതിൽ തുറന്നിട്ടൊരു നഴ്സ് വന്നിട്ട് പുഞ്ചിരിയോടെ പറയുകയാ, സഹോദരാ, ദൈവത്തിന്റെ വലിയ സഹായം നിങ്ങളിൽ നടന്നിട്ടുണ്ട്. ഭാര്യ പ്രസവിച്ചു, സുഖപ്രസവമാ, കുഞ്ഞിനും കുഴപ്പമില്ല, ഉമ്മാക്കും പ്രശ്നമില്ല. അറിയണേ, അല്ലാഹുവിന്റെ സഹായം വരുന്നത് നമ്മൾക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് പെങ്ങളെ, ആധുനിക ഡോക്ടർമാരെടുത്ത് ചെന്ന് പരിശോധിച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അവരെ പലതും നമ്മളോട് പറയും. ചിലപ്പോൾ നമ്മളെ ബേജാറാകുന്ന തരത്തിൽ, വേദനിപ്പിക്കുന്ന തരത്തിൽ പല വാർത്തകളും നമ്മളോട് പറഞ്ഞെന്ന് വരാം. ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു തരുന്ന സന്താനം അല്ലാഹുവിൻ്റെതൊരു വരദാനമാണ്, അതൊരു അനുഗ്രഹമാണ്, അതൊരു സമ്മാനമാണ്. അവൻ ഉദ്ദേശിക്കുന്ന തരത്തിലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിക്കണേ ഉമ്മ. തവക്കലുണ്ടാകണേ പെങ്ങളെ. അല്ലാഹനെ മറന്നുകൊണ്ടൊരു വാക്കും അവിടെന്ന് പറയല്ലേ പെങ്ങളെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികകള് നിങ്ങളോട് കൂടെ ചേർന്ന് തന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുന്ന സമയമാ. ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് ഖൈറായതിനെ തേടണേ. പരിശുദ്ധ ദീനെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. തവക്കലുണ്ടാകണം. ഒരു പെണ്ണിനും ഒരു ഗർഭിണിയായത് എന്നതിൻ്റെ പേരിൽ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ തന്നെ സന്താനങ്ങൾ നന്നാകും.
ആ മക്കൾ ഒരിക്കലും വഴിതെറ്റൂല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നിപ്പോൾ പലരോടും വിളിച്ചു പറയലും ചിലപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ പ്രസവത്തിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇവള് സങ്കടപ്പെടുക. അള്ളാഹു എനിക്ക് തരുന്ന ഭക്ഷണം പോലെയല്ല ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അവർക്ക് തരുന്നത് പോലെയല്ല അള്ളാഹ് എനിക്ക് തന്നിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. പെണ്ണുങ്ങളെ നിങ്ങളോട് പറയാണ്, ഒരിക്കലും മറ്റൊരു പെണ്ണിൻ്റെ പ്രസവം പോലെ ആയിരിക്കില്ല നമ്മുടെ പ്രസവം. നമ്മുടെ പ്രസവം പോലെയല്ല വേറൊരു പെണ്ണിൻ്റെ പ്രസവം. അതിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായങ്ങൾ വിവിധ തരത്തിലും രൂപത്തിലുമാണ് അവിടെ പ്രകടമാകുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ പ്രസവം നടന്നു കഴിഞ്ഞാൽ ഒരു പിതാവിൻ്റെ കടമയെന്താ? അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാങ്ക് കൊടുക്കലും ഇഖാമത്ത് കൊടുക്കലും അതേപോലെ തന്നെ മധുരം വെച്ച് കൊടുക്കലും നല്ല പേരിടലൊക്കെ ഉണ്ട്. അതിനപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളുണ്ടായാൽ ഒരു ഉപ്പയോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്, ഹലാലായ സമ്പാദ്യം കൊണ്ടുള്ള ഭക്ഷണമല്ലാതെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. മക്കൾ ഒളിച്ചോടി പോകാതിരിക്കാൻ, മക്കളുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഉണ്ടാകേണ്ട ആവശ്യമില്ല. എന്താ വേണ്ടത്? ഹലാലായ ഫുഡായിരിക്കണം ഉപ്പ മക്കൾക്ക് കൊടുക്കേണ്ടത്. എൻ്റെ മോള് കഴിച്ചിട്ടുള്ളത്, എൻ്റെ മോൻ കഴിച്ചിട്ടുള്ളത് ഹലാലായ ഭക്ഷണമാണ് എന്ന് ഉറപ്പുണ്ടായാൽ ആ മക്കൾ വഴിതെറ്റൂല. അത് മക്കൾ എന്നല്ല, ആരും വഴിതെറ്റൂല. ഭക്ഷണം ഹലാലായ പിന്നെ അതിൽ നിന്ന് പ്രകടമാകുന്നതെല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്നതായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളോട് പ്രത്യേകമായ നിർദ്ദേശം നൽകിയത്, നിങ്ങൾ ഹലാലെ കഴിക്കാൻ പാടുള്ളൂ, ഹലാലിൻ്റെ വഴികളെ ചിന്തിക്കാൻ പാടുള്ളൂ, ഹലാലിൻ്റെ മാർഗങ്ങളെ നിങ്ങൾ തേടാൻ പാടുള്ളൂ. അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക. നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് പലർക്കുള്ള വേദാറെന്താണ്? മക്കൾ വഴിതെറ്റി പോകുന്നല്ലോ ഉസ്താദേ, ദ്വാരക്കണേ എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. പക്ഷേ ഇത് മക്കൾ മാത്രമല്ല വഴിതെറ്റി പോകുന്നത്, പെണ്ണുങ്ങളും വഴിതെറ്റുന്നുണ്ട്, ആണുങ്ങളും വഴിതെറ്റുന്നുണ്ട്. എന്തിനേറെ പറയണം, പള്ളിയിലൊക്കെ ഈമാനിൻ്റെയും പരിശുദ്ധമായ ദീനിൻ്റെ വഴികളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ആലിമീങ്ങൾ വരെ ഇന്ന് പലയിടങ്ങളിലും വഴിതെറ്റി പോകുന്നുണ്ട്. കാരണം ഭക്ഷണം ഹലാലാകുന്നില്ല. ഇന്ന് നമ്മൾക്ക് വീടുകളിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ സ്വരൂപിച്ചു വെക്കുന്ന സമ്പാദ്യ മേഖലകൾ പൂർണ്ണമായും ഹലാലാണെന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത കാലഘട്ടത്താണ് നമ്മൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹറാമിൻ്റെ പലതും കടന്നുകൂടാണ്. അതുവഴി നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതമൊക്കെ താറുമാറാകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രത്യേകം നമ്മൾ ദുആ ചെയ്യണം അല്ലാഹുവോട്. ഹലാലിൻ്റെ മാർഗത്തെ നമ്മൾ തേടണം. എന്നിട്ട് നമ്മൾ ഉറപ്പിക്കണം, ഞാൻ എൻ്റെ സമ്പാദ്യം ഇത് മുഴുവനും ഹലാലായ രൂപത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായാൽ മക്കൾ എവിടെയും വഴിതെറ്റൂല. പഴയ കാലങ്ങളിൽ അങ്ങനെയുള്ള ഉപ്പാരും ഉമ്മാരും ഒക്കെ ആയിരുന്നുണ്ടായിരുന്നത്. ഹലാലും ഹറാമൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളാണ്. ഹറാമിൻ്റെ കാര്യത്തിലൊക്കെ വളരെയേറെ പേടിച്ചിരുന്ന ആളാണ്. ഹലാലിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സന്താനങ്ങൾ നന്നായി ഉമ്മാന്റെ ദിക്റും പാട്ടും മാലകളും മറ്റൗറാദുകളൊക്കെ കേട്ട് വളർന്നു മക്കളെ. ഇന്നതൊക്കെ മാറി, ഉപ്പാന്റെ ജീവിതം മാറി അല്ലേ? ഇന്ന് ഗൾഫ് പോയിട്ട് സമ്പാദിക്കുന്നതെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പല ബിസിനസ്സും നടത്തുന്നുണ്ട് എന്ന് പറയണു. പക്ഷേ ഇതെല്ലാം പൂർണ്ണമായും ഹലാലാണോ? അതൊന്നും പറയാൻ പറ്റില്ല ഉസ്താദെ. ഇന്നത്തെ കച്ചവടമല്ലേ, എത്രത്തോളം ഹലാലാക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഹറാമിൻ്റെ ഭക്ഷണം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരിക്കലും നമ്മൾ നല്ലത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കിട്ടൂല, നല്ലത് കിട്ടൂല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങളൊക്കെ ഒരു കാലഘട്ടത്തൊക്കെ നമ്മുടെ മക്കളൊക്കെ മക്കളുടെ കാര്യത്തിൽ ഉസ്താദെ ദുആ ചെയ്യണം, മക്കളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടിയിട്ട് എന്ന്. ഇന്ന് കാലൊക്കെ പോയി. ഇന്നിപ്പോൾ മക്കൾ വന്നിട്ട് ഉമ്മാൻ്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന കാലമാണ്. വടകരയിലൊരു ഭാഗത്ത് വയതിന് പോയപ്പോൾ, വയതും കഴിഞ്ഞിട്ട് ദ്വാരക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കുഞ്ഞു മോള് ഒരു കത്തും കൊണ്ടുവന്നു. സ്റ്റേജിലേക്ക് കയറി വന്നു, കയ്യിൽ തന്നു.
ഇതൊക്കെ വരാത്ത പോക്കാണല്ല, തിരിച്ച് വരുന്ന പോക്കാണ് ഈ പോയതൊക്കെ 2-3 അല്ല, നിർത്താനുള്ള സൂചനയാണെങ്കിൽ അൽഹംദുലില്ലാ. ഞാൻ ആദ്യം വരുമ്പം തന്നെ ടയർഡായിട്ടാണ് വന്നത്. ഒന്നാമത് ശബ്ദമില്ല. ഇത് ഇപ്പോൾ സീസൺ ടൈമാണല്ലോ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മൈക്ക് സെറ്റുകളൊക്കെ പോയെടുത്ത് കിട്ടിയില്ല എങ്കിൽ ഞാൻ എവിടെയും പറയുമ്പോൾ വിളിച്ചു പറയില്ല, എന്താ ചോറന്നില്ലെങ്കിൽ നമ്മളൊന്നും പറയില്ല. കാരണം 2 മണിക്കും 3 മണിക്കൊക്കെ ഹോട്ടൽ ഇഷ്ടംപോലെ തുറന്നിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലൊരു വിഷമവും ഇല്ല. പക്ഷെ മൈക്ക് സെറ്റ് അത് എവിടെ പോയാലും നമുക്ക് നന്നാണ്. അതില്ല എങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അത് ശരീരത്തിൽ, നമ്മുടെ ശബ്ദത്തിലൊക്കെ അത് പ്രകടമാകും. അള്ളാഹു നമ്മുടെയൊക്കെ ആരോഗ്യം നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് നിങ്ങളിരിക്കാൻ ചിലപ്പോൾ സന്നദ്ധരാണെങ്കിലും ഇവിടെ നിന്ന് പറയാനുള്ള വലിയ ആരോഗ്യമൊന്നും നമുക്കില്ല. ഇൻഷാ അല്ലാഹ് ആരെയും പ്രയാസപ്പെടുത്തില്ല, വളരെ പെട്ടെന്ന് നിർത്തും. അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ തൗഫീഖ് ചെയ്യട്ടെ. വടകരയിൽ ആ കുഞ്ഞുമോള് കൊണ്ടുതന്ന കത്ത് അതിലെഴുതിയിരിക്കുകയാണ്, ഉസ്താദെ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം, എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കും അസുഖത്തിൻ്റെ പേരിലായിരിക്കും. ഈ കത്തിവിടുന്ന് വായിക്കാനും പാടില്ല, പ്രത്യേക നിർദ്ദേശമാണ് ഉസ്താദ്, ഈ കത്തിവിടുന്ന് വായിക്കാനും പാടില്ല, ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അപ്പം അങ്ങനെ വായിച്ച് വരുന്നതിനിടയിൽ മോൾ എഴുതിയിരിക്കുകയാണ്, സദസ്സിൽ ഉമ്മ വന്നിട്ടുണ്ട് ഉസ്താദ്, ഇവിടുന്ന് മാത്രമല്ല പോകുന്ന എല്ലാ വേദിയിലും ഉസ്താദ് ദുആ ചെയ്യും വേണം. എൻ്റെ ഉമ്മാക്കൊരു അവിഹിത ബന്ധമുണ്ട്, ആ ബന്ധം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ലോകത്ത് ഏറ്റവും കൂടുതൽ കാരുണ്യം നൽകുന്ന ഒരു ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, മക്കൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അത് ഉപ്പാൻ്റെ അടുത്തുനിന്നാണോ അല്ല ഉമ്മാൻ്റെ അടുത്തുനിന്നാണോ? ഉമ്മാൻ്റെ അടുത്തുനിന്നാണ് അല്ലേ? ഇതൊക്കെ പോയി ഇന്ന് അവിടെ ഇവിടെയൊക്കെ കണ്ടവനും കേട്ടവനൊക്കെ ഒരു പെണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ പിതാവാകുന്ന കാലമാണ്. എന്നിട്ട് കൊണ്ടുപോയി കിടത്താൻ പള്ളിയുടെ സ്റ്റെപ്പും ഉണ്ടാവും, ചിലപ്പോൾ ചർച്ചിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാവും, ചിലപ്പോൾ അമ്പലത്തിൻ്റെ സ്റ്റെപ്പും കിട്ടും. കൊണ്ടുപോയി അവിടെ വെച്ചുകൊടുത്താൽ ഇതൊക്കെ ആർക്കാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് കത്തൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ആളുകളൊക്കെ അത് എങ്ങനെയെങ്കിലൊക്കെ സ്വീകരിച്ചോളുമല്ലോ. ഇന്ന് ലോകത്ത് വൈറലാകാൻ എന്തും വൈറലാകാൻ എളുപ്പമാണല്ലോ. പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ എന്ത് കാര്യവും, ഏത് ചീഞ്ഞതും നാറിയതും എല്ലാ കാര്യവും വൈറലാക്കാൻ മലയാളികൾ ഉഷാറാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് കാരുണ്യത്തിൻ്റെ കണികകൾ ആഗ്രഹിക്കുന്ന കുഞ്ഞു മക്കൾക്ക് ആ കാരുണ്യം ലഭിക്കാത്ത കാലമാണ്. എൻ്റെ മഹല്ലിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പള്ളിയിൽ മര്യാദ കണ്ടിട്ടൊന്നുമില്ല. തൊട്ടടുത്ത നാട്ടിലുള്ള ഒരു പെണ്ണുമായിട്ട് ഒളിച്ചോടിപ്പോയി അത്രേ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും അവൻ്റെ കൂടെ തന്നെ പോവാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയതാ. വിദേശത്തുനിന്ന് ഗൾഫിൽ നിന്ന് ഭർത്താവ് നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു മാസത്തോളം ആയിട്ട്, ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പെണ്ണ് വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട്, ഇവൻ്റെ ശല്യം കാരണം എനിക്ക് ജീവിക്കാൻ പറ്റണില്ല, നിങ്ങൾ എങ്ങനെയും വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു. അവരെ കൂട്ടിക്കൊണ്ടു വന്നു. മക്കളെ ഓർത്തിട്ട് ഉപ്പ സ്വീകരിച്ചു. ആ ഭാര്യയിലൂടെ, ആ പെണ്ണിലൂടെ ഉണ്ടായ ബന്ധത്തിലൂടെ ഉണ്ടായ മക്കളെ ഓർത്തുകൊണ്ട് ആ പെണ്ണ് ചെയ്ത തെറ്റുകളൊക്കെ മറന്നു. ആ പാപം സാധുവായ മനുഷ്യൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ പുരം തന്നെ ഒളിച്ചോടിപ്പോയി, ബാക്കിയുള്ളതും കൂടി എടുത്തിട്ട്. ഇതാ ഇന്നത്തെ അവസ്ഥ. രാവിലെ പാല് കൊണ്ടുവരുന്ന ഒരു ചേച്ചി വീട്ടിലേക്ക് പാല് കൊണ്ടുവന്ന് വീടിൻ്റെ അടുത്ത് വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കുന്നില്ല. ആ വീട്ടിലുള്ള ഉമ്മാന്റെ പേര് വിളിച്ചു, വാതിൽ തുറക്കുന്നില്ല. അവസാനം ആ വാതിലിലേക്കൊന്ന് മുട്ടി നോക്കിയപ്പോൾ വാതിലിങ്ങനെ തുറന്നു വെച്ച രീതിയിൽ കണ്ടു, ലോക്ക് ചെയ്തിട്ടില്ല. അകത്തേക്ക് കയറിയപ്പോ ചെറിയൊരു കുഞ്ഞിന്റെ നിലവിളിയാണ് ആ പെണ്ണ് കേൾക്കുന്നത്. പാല് കൊണ്ടുവന്ന് കൊടുക്കാറുള്ള ഹൈന്ദവയായ സഹോദരി ആ വീടിന്റെ അകത്ത് നിന്ന് കേൾക്കുന്നതൊരു പിഞ്ചോമനയുടെ ശബ്ദമാ. 4 ഭാഗവും നോക്കുന്നു. ആ പെണ്ണ് കണ്ടെത്തുന്നു ഈ ശബ്ദം വരുന്നത് ബാത്റൂമിൽ നിന്ന്. നേരെ പോയിട്ട് ഡോറ് തുറന്നപ്പോ
ഉമ്മ എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോൻ ഈ ഹൈന്ദവയായ സഹോദരിയുടെ സാരിക്കങ്ങ് പിടിച്ചു, നിലവിളിച്ചു. ഈ ഹിന്ദുവായ പെണ്ണിന്റെ മുഖത്ത് നോക്കി ആ പൊന്നുമോൻ വിളിച്ചു, ഉമ്മ. ആ പെണ്ണ് കരഞ്ഞോണ്ട് ലോകത്തോട് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ കുഞ്ഞുമോന്റെ ഉമ്മ പാതിരാ നേരത്ത് കാമുകനെ കാത്തു നിൽക്കുകയാണ്. അവന്റെ കോള് വന്നു. 6 വയസ്സ് 6-7 വയസ്സ് പ്രായമുള്ള കുഞ്ഞുമോൻ ഉറങ്ങുന്നുണ്ടേ. മോനറിയാതെ ഉമ്മ എണീച്ചു. പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുന്നതിനിടയിൽ ആ പൊന്നുമോനെ ബെഡ്റൂമിൽ കടത്തിയിട്ട് ആരോരും അറിയാതെ ആ കുഞ്ഞുമോനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് ഉമ്മ കാമുകന്റെ കൂടെ ഇറങ്ങി പോകാൻ ഒരുങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് ഈ കുഞ്ഞുമോൻ ഉറക്കിൽ നിന്നെണീച്ചു. അടുത്ത് നോക്കിയപ്പോ ഉമ്മയെ കാണുന്നില്ല. കുഞ്ഞുമോൻ എണീച്ചപ്പോ ഉമ്മ തൊട്ടപ്പുറത്ത് നിൽക്കാണ്. എന്താ ഉമ്മ എന്ന് ചോദിച്ചു. മോനോട് ഇങ്ങോട്ട് ചോദിച്ചു, മോനെ എന്തിനാ നീ എണീച്ചത്? ഇല്ല ഉമ്മ, ഞാൻ ഉറങ്ങാൻ പോവാണ്. ഉമ്മ വാ, എൻ്റെ അടുത്ത് വന്ന് കിടക്കുമ്മ. ഞാനൊന്ന് ഉമ്മയെ തടയാനൊന്ന് ഉമ്മയെ കെട്ടിപ്പിടിക്കട്ടെ. ഞാനൊന്ന് എൻ്റെ കയ്യൊക്കെ ഉമ്മാന്റെ ശരീരത്തിന് മുകളിൽ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മയെ വിളിച്ചപ്പോ ഉമ്മാന്റെ ലക്ഷ്യവും ചിന്തയും മറ്റൊന്നാണല്ലോ. ആ പൊന്നുമോൻ ഉമ്മാന്റെ ചൂട് കിട്ടാതെ ഉമ്മാന്റെ ശരീരം ചേരാതെ ഉറങ്ങില്ല എന്ന് ഉറപ്പായപ്പോ വഞ്ചകയായ ഉമ്മ ചെയ്തതെന്താണെന്നറിയുമോ? പാതിരാ നേരത്ത് ഉമ്മാനെ ചാര വിളിച്ച് കിടത്തി ഉറങ്ങാൻ ആഗ്രഹിച്ച പൊന്നുമോനോട് പറഞ്ഞു, മോനെ നമുക്ക് മൂത്രമൊഴിച്ച് വന്നിട്ട് കിടക്കാമെടാ. 6-7 വയസ്സ് പ്രായമായ കുഞ്ഞുമോന്റെ കയ്യും പിടിച്ച് ബാത്റൂമിലാക്കി കൊടുത്തിട്ട് ഈ ഉമ്മ എന്ന് പറയുന്ന പെണ്ണങ്ങ് വാതിലടക്കുന്നു. മോനോട് പറഞ്ഞു, മോനെ വാതിലടക്കുന്നുണ്ടേ. അതേ ഉമ്മ പുറത്തു നിൽക്കൂ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വാതിലടച്ചു. ക്രൂരയായ ഉമ്മ, കാമുകന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച ഉമ്മ, അതേ തന്റെ ചോരയിൽ വളർന്ന 9 മാസവും ചില്ലറ ദിവസവും പള്ളിയിൽ വെച്ച് വേദനിച്ച് പ്രസവിച്ച ഈ പൊന്നുമോന്റെ മുഖം പോലും മറന്നിട്ട് ഇന്നലകളിൽ പാതിരാ നേരത്ത് വിളിച്ചിട്ട് ആശ്വാസവചനങ്ങളും ചുംബനം നൽകിയിട്ട് അവളെ ത്രസിപ്പിക്കുന്ന കോരിത്തരിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് വികാരഭരിതനാക്കിയിട്ടുള്ള കാമുകന് വേണ്ടിയിട്ട് അവൻ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പെണ്ണ് ചെയ്തതെന്താണെന്നറിയുമോ? വാതിലടച്ചു. ആ പൊന്നുമോനെ ബാത്റൂമിലിരിക്കുന്ന താമസം പുറത്തു നിന്ന് പൂട്ടിയിടുകയാ. ആ പൊന്നുമോനെ മൂത്രമൊഴിക്കലും കഴിഞ്ഞിട്ട് വാതിലിന്റെ അടുത്ത് വന്നിട്ട് മുട്ടി വിളിക്കുന്നു, ഉമ്മ. നിലവിളിച്ച് ആ തറയിൽ കിടന്നുറങ്ങിയ സമയമാ. സുബഹി നേരമായപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ വീട്ടിൽ നിന്ന് ചെറിയ അനക്കം കേട്ടപ്പോ ബാത്റൂമിന്റെ തറയിൽ കിടക്കുന്ന പൊന്നുമോൻ ഉറക്കിൽ നിന്നെണീച്ചു, നിലവിളിച്ചു. ആ കണ്ട കാഴ്ചയാണ് ഈ ഹൈന്ദവയായ സഹോദരി നമ്മളോട് വിളിച്ചു പറഞ്ഞത്. ഇതും മുസ്ലിമീങ്ങളായ നമ്മുടെ ഇടയിൽ നടന്ന സംഭവമാണ്. അതേ എൻ്റെ ഉമ്മമാരെ പർദ്ദ ധരിച്ചു നടക്കുന്ന, അതേപോലെ തന്നെ പരിശുദ്ധമായ വയലിന്റെയും മതപഠന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന പല ഉമ്മമാരുടെയും ജീവിത രഹസ്യങ്ങൾ ഇങ്ങനെയാ. സ്വന്തം മക്കളുടെ ജീവിതം പോലും നശിപ്പിച്ചു കളയുന്ന തരത്തില് പെണ്ണിന്റെ ജീവിതം ഇങ്ങനെയായി മാറുമ്പോ
പല പല മദ്രസകളിലും ജോലി ചെയ്യുന്ന ഉസ്താദുമാര് ഞങ്ങളോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്തടാ നേരം വൈകിയതെന്ന് ചോദിക്കുമ്പോ എളാമ എണീച്ചിട്ട് കുളിപ്പിച്ചിട്ട് വേണം ഉസ്താദെ ഞങ്ങളെ പറഞ്ഞേക്കാൻ. അപ്പൊ നിന്റെ ഉമ്മ എവിടെയാടാ? ഉമ്മയെ പറ്റി ചോദിക്കുമ്പോ പിഞ്ചുമക്കളെ കരയുകയാ. ആരോട് പറയാനാണ്? കഴിഞ്ഞ 2 വർഷമായി 5ാം ക്ലാസ് പഠിക്കുന്ന മോനെ വിട്ടെറിഞ്ഞിട്ട് ഉമ്മ ഒളിച്ചോടിപ്പോയിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതുപോലെയുള്ള ചിന്തകൾ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള പെമ്മക്കള്, നമ്മുടെ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന ഉമ്മമാര്, കിടക്കാതെ ചാരക്കിടക്കുന്ന മുലപ്പാല് കൊടുത്ത് വളർത്തിയ മക്കളെ പോലും മറന്നിട്ട് ഇന്നലകളിൽ മനസ്സിൽ സ്ഥാനം കൊടുത്ത കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാലഘട്ടത്ത് അറിയുമോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് നമ്മൾക്ക് നല്ല മാതാവിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നല്ല പിതാവിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദീനിയായ നിലക്ക് വളർത്തണേ. പഴയ കാലഘട്ടത്ത് തന്നെ ബംബ്രാണ് എന്നുള്ളത് ദർസിന്റെ മേഖലകളിൽ അറിയപ്പെട്ട നാടാണല്ലോ. ആരിക്കാടിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പള്ളിയിലേക്ക് ഞാൻ ഉറുദിക്ക് വേണ്ടി വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതേ വെള്ളിയാഴ്ചകളിലും മറ്റു റമദാനിൽ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖാസിമി ഉസ്താദ് ഇവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്നിപ്പോ വന്യരായ ഉസ്താദിനെ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗമായിട്ട് തെരഞ്ഞെടുത്ത സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അല്ലാഹുവേ, ഒരുപാട് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ്, നീ ആരോഗ്യം നൽകണേ അല്ലാഹ്. ആവതുള്ള കാലഘട്ടത്ത്, ആരോഗ്യമുള്ള കാലഘട്ടത്ത്, വഅദ് പറഞ്ഞിട്ട് നടന്നിരുന്ന കാലഘട്ടത്തെല്ലാം സമസ്തക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരാ, പ്രവർത്തിച്ചവരാ, പ്രാർത്ഥിച്ചവരാ അവര്. അല്ലാഹുവേ, നീ അവർക്ക് ആരോഗ്യം നൽകണേ അല്ലാഹ്, ആയുസ് നൽകണേ അല്ലാഹ്. കാസർഗോഡ് ജില്ലകളിൽ ഇന്നലകളിൽ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആലിമീങ്ങളെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്. പയ്യക്കി ഉസ്താദിനെ പോലെയുള്ള, ഖാസിം ഉസ്താദിനെ പോലെയുള്ള, അതുപോലെ തന്നെ ബംബ്രാണയിലുള്ള മറ്റു ദാരിമി ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് ആളുകളെ സമസ്തയുടെ പ്രവർത്തകന്മാർ ഇന്നലകളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുഭ്രവസ്ത്രധാരികളായി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോ അവിടെ തിളങ്ങുന്ന ആകാശമേലാപ്പിൽ തിളങ്ങുന്ന ഒരുപാട് നക്ഷത്രങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആകാശ ലോകത്ത് കഴിയുന്ന ആളുകൾക്ക് ഭൂമിയിൽ ചില നക്ഷത്രങ്ങളെ കാണാൻ കഴിയും സ്വഹാബാ. ആകാശത്തുള്ള മലായികങ്ങൾക്ക് ഭൂമിയിലുള്ള ചില നക്ഷത്രങ്ങളെ കാണാൻ കഴിയും സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയേ അവരെന്ന്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അതേ സ്വഹാബാ, അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് പള്ളികളിൽ ഒരുമിച്ച് കൂടുന്ന മുതഅല്ലിമീങ്ങളില്ലേ, അവരെ ഭൂമിയിലെ നക്ഷത്രങ്ങളാ. അവരുള്ള സ്ഥലത്ത് ദുആക്ക് ഇജാബത്തുണ്ട്, അവരുള്ള സ്ഥലങ്ങളിൽ ദുആക്ക് ഉത്തരമുണ്ട്. 12ഉം 13ഉം 15ഉം വയസ്സ് പ്രായമായിട്ടുള്ള, സ്വന്തമായിട്ട് നല്ല വൃത്തിയോടെ അലക്കി ശീലിച്ചിട്ടില്ലാത്ത, നല്ല വൃത്തിയോടെ കുളിച്ച് ശീലമില്ലാത്ത പ്രായത്തിൽ വന്നിട്ട് പള്ളി ദർസുകളിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ വന്ന് പഠിക്കുമ്പോ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളെ മാത്രമല്ല ഓർക്കാനുള്ളത്. ഞാൻ ഇന്ന് വരുമ്പോ 19 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ സഹോദര മഹലിൽ പഠിച്ചിരുന്ന സമയത്ത് അതിൻ്റെ പരിസരത്ത് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോയിരുന്ന വീട്ടിലേക്ക് ഞാനും എൻ്റെ കൂടെയുള്ള ഉസ്താദും അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ വീട്ടിലേക്ക് ചെന്ന് കയറി. ഞാൻ വളരെയേറെ സന്തോഷത്തോടെയാ പോയത്. 19 കൊല്ലം കഴിഞ്ഞിട്ട് ചില സമയങ്ങളിൽ മാത്രമാണ് അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയുക. ഇതുപോലെയുള്ള എന്തെങ്കിലും സംരംഭങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ മാത്രമാണ് അങ്ങോട്ട് കയറാൻ കഴിയുക. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ
അവിടുന്ന് ഞാൻ ഉപ്പയെ ചോദിച്ചപ്പോ വീട്ടിൽ ഉപ്പയുണ്ടായിരുന്നില്ല. അവിടുന്ന് ഞാൻ ഉമ്മയെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഉമ്മ തളർന്നു കിടക്കുകയാ, കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്, അന്യ പെണ്ണാണ് ശരിയാണ്, പക്ഷേ 3 കൊല്ലം ഉമ്മ ഉണ്ടാക്കി തന്ന ചോറിൽ വളർന്ന ശരീരവുമായിട്ട് ആ ബംബ്രാണയിൽ ഞാൻ വന്ന് നിൽക്കുന്നത്. ആ ഉമ്മ തന്ന ഭക്ഷണം കഴിച്ചിട്ടാ ഞാൻ ഈ ഇൽമ പഠിച്ചത്. ആ ഉമ്മ തന്ന ഭക്ഷണം കഴിച്ചതിന്റെ പേരിലായി ആരോഗ്യം ഇന്ന് നിലനിൽക്കുന്നത്. ഞാൻ ആ ഉമ്മയെ കാണാൻ വല്ലാതെ ആഗ്രഹിച്ചു. അവിടെയുള്ള മക്കളോടൊന്ന് പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്ന്. ഉമ്മ കിടക്കുന്ന മുറിയിലേക്ക് അങ്ങ് ചെന്നപ്പോ, മോനെ ഈ അവസ്ഥയിലാണ് ഞാൻ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞപ്പോ കാലിന് വല്ലാത്ത വേദനയാണ്, എണീച്ച് നടക്കാൻ പറ്റണില്ല. അല്ലാഹുവേ നിനക്കറിയാമല്ലോ റബ്ബേ അവരുടെ ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള രോഗവും രോഗാണുക്കൾ എത്രമാത്രം ശക്തമായത് എന്ന് നിനക്കല്ലേ അറിയുള്ളൂ. അല്ലാ നീ സുഖം നൽകണേ അല്ലാ. ആ ഉമ്മയെ ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. ഇന്ന് രാത്രി വരെ ഞാൻ എനിക്ക് വേണ്ടി ഭക്ഷണം തന്ന ഉമ്മമാരെ മറന്നിട്ടില്ല. എൻ്റെ കുടുംബാംഗങ്ങളെ എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയിട്ടുള്ള, ഞാൻ ജോലി ചെയ്ത, സേവനം ചെയ്ത, പഠനം നടത്തിയ മഹല്ലുകളിലുള്ളവരെ ഞാൻ മറന്നിട്ടില്ല. അല്ലാഹുവേ പ്രത്യേകിച്ച് ഈ ഉമ്മാന്റെ വിഷമം നീ അറിയുന്നവനാണല്ലോ അല്ലാ. കണ്ടപ്പോൾ വളരെയേറെ സങ്കടം തോന്നിപ്പോയി. വെള്ളം വാങ്ങിയിട്ട് അവിടെ നിന്ന് മന്ത്രിച്ചു കൊടുത്തൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഏതിലാണ് മുത്തുള്ളത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലാ. ഒരുപാട് കാലപ്പഴക്കം കൊണ്ട് അനുഗ്രഹിച്ച പള്ളിയുടെ മുറ്റത്ത് വന്നിട്ട് ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ എന്നെ പോലെ ഇന്നലകളിൽ ഞാൻ മുത്തഅല്ലിമായിട്ട് വളർന്നവനാണല്ലോ. അങ്ങനെയുള്ള മുത്തഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂടി ഈ സദസ്സിൽ വെച്ചിട്ട് ദുആ ചെയ്യുമ്പോ ആരുടെയെങ്കിലും പ്രാർത്ഥന പടച്ചോൻ സ്വീകരിച്ചാലോ. അല്ലാഹുവേ നീ അവർക്ക് സുഖം നൽകണയല്ലാ, നീ അവർക്ക് ആരോഗ്യം നൽകണയല്ലാ. അതുപോലെ ഈ മക്കളെ ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഇവിടെയുള്ള നാട്ടുകാര്, അതേ ഇവിടെ ദർസ് നിലനിന്ന് പോരണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മിറ്റി ഭാരവാഹികള്, ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ഉസ്താദുമാര്, ഇവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന മറ്റുള്ള ആളുകള്, അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകണയല്ലാ. ഇതിനേക്കാളും ഖൈറായത് നിന്റെ ആഖിറത്തിൽ നീ ഒരുക്കണയല്ലാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ മക്കളെ വളരണം ഇതുപോലെ തലകെട്ട് കെട്ടിയവരായിട്ട് മക്കളെ വളരണം. ഖുർആൻ പഠിക്കുന്നവരായി മക്കളെ വളരണേ. ആ രീതിയിൽ നിങ്ങളെ മക്കളെ വളർത്തണേ. ഇൽമിന്റെ വഴികളിലേക്ക് മക്കളെ പറഞ്ഞേക്കണേ. നാടിന്റെ സാഹചര്യം നോക്കിയിട്ട്, കുടുംബത്തിന്റെ സാഹചര്യം നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത നമ്മൾക്ക് കൈവന്നാൽ, കുറച്ചൊക്കെ ജീവിക്കാനുള്ള കാശുണ്ടെന്ന് തോന്നിയ, പിന്നെ മക്കൾ അത്യാവശ്യമൊക്കെ നല്ല തല തുറന്നിട്ട് പഠിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ മതപരമായിട്ടുള്ള ഇൽമിന് മാത്രം പഠിപ്പിക്കുന്ന കാര്യത്തിൽ പുറകോട്ട് പോവുകയാണ്. ബുദ്ധി കുറവാണെന്ന് തോന്നിയാലേ ദർസ് കൊണ്ടുപോയി ചേർക്കുള്ളൂ. ഓൻ 10ാം ക്ലാസ് തോറ്റതാ, അതുകൊണ്ട് തൽക്കാലം ദർസിലുണ്ടായിക്കോട്ടെ എന്നറിയും. എന്നാൽ 10ാം ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ടെങ്കിലോ ഓന് വേണ്ടത് ഓൻ തിരഞ്ഞെടുത്തോട്ടെ ഉസ്താദ്. ഓൻ എന്തിനാ പഠിക്കുന്നത്? +2 ഒക്കെ കഴിഞ്ഞ് നല്ല മാർക്ക് എല്ലാറ്റിലും A+. എന്നാൽ പിന്നെ എന്തിനാ ഓൻ പഠിക്കുന്ന, ഓൾ എന്തിനാ പഠിക്കുന്നത്? ഓളെ ഇഷ്ടത്തിന് ഞാൻ അങ്ങ് വിട്ടു. എന്നാൽ അതേപോലെ തന്നെ രണ്ടാമത്തോൻ ദർസ് പഠിക്കുന്നുണ്ട്. ഓൻ്റെ കാര്യം ചോദിച്ചു. ഓൻ പിന്നെ ചെറുപ്പത്തിലേ ഓൻ ഒന്നിലും പാസ്സായിട്ടൊന്നുമില്ല. അപ്പം പിന്നെ ഏതായാലും ദർസ് പോയിക്കോട്ടെ. നിങ്ങൾ ആലോചിക്കണം, ഒരു പക്ഷേ ഞങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെ ചിന്തിച്ചു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പല രക്ഷിതാക്കളും അങ്ങനെ പറയുന്നവരുണ്ട്. ഒന്നിനും കൊള്ളൂല, അതുകൊണ്ട് ഉസ്താദ് എവിടെയെങ്കിലും ദർസുണ്ടാ നോക്കി, നിങ്ങൾ ഇവിടെയെങ്കിലും ദർസ് കൊണ്ടുപോയിട്ട് ആക്കിയേക്കാം. നിങ്ങൾ ചിന്തിച്ചു ഇവരൊക്കെ വിവരമില്ലാത്തവരാണ്, ഇവരൊന്നിനും കൊള്ളൂല എന്ന്. നിങ്ങൾക്കറിയോ, 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മദ്രസയിൽ നിന്ന് അദബിന് വേണ്ടിയിട്ട് ഉസ്താദ് തല്ലിയതിൻ്റെ പേരിൽ, പണക്കാരനായ ആളെ മോനായതിൻ്റെ പേരിൽ അയാളങ്ങ് പിടിച്ചിറക്കി കൊണ്ടുപോയി. എൻ്റെ മോൻ അങ്ങനെ തല്ലി പഠിപ്പിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പഠനങ്ങ് നിർത്തി. ഭൗതികം പഠിച്ചു, മോൻ നന്നായിട്ട് പഠിച്ചു, വളർന്നു. സുപ്രഭാതത്തിൽ ഉപ്പങ്ങ് മരിച്ചു. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് ആളാക്കി. നിങ്ങളറിയണം. എന്നിട്ട് അവസാനം മോൻ വന്ന് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നു.
നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അനന്തരാവകാശികളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുടുംബക്കാരൊക്കെ ഒറ്റ മോനല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവനങ്ങ് തള്ളിക്കൊണ്ടുപോയി മുമ്പിലങ്ങ് നിർത്തി. ഫാത്തിഹ ഓതി നിസ്കാരത്തിന് കൈകെട്ട് നിയ്യത്ത് വെച്ച് അല്ലാഹു അഅലം എങ്ങനെ നിസ്കരിച്ചു എന്ന് ഒരാൾക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഓനങ്ങ് ഫാത്തിഹ ഓതിയിട്ട് രണ്ടാമത് തക്ബീറത്തിലേറാൻ കെട്ടേണ്ടതിന് പകരം റുക്കൂ പോയി. കൂത്തുറമ്പിനടുത്ത് നടന്ന സംഭവം അത്. റുക്കൂ പോയി. ഉപ്പാൻ്റെ മയ്യത്ത് നിസ്കാരമായി നടക്കുന്നത്. വേറെ ചില ആളുകളുണ്ട്, എന്താണ് അനന്തരാവകാശികൾ എന്ന് പറഞ്ഞിട്ട് ഉപ്പാൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വലിയ ആളായിട്ട് കയറി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനൊന്നും കയറിക്കാൻ പാടില്ല. ഫാത്തിഹ, എൻ്റെ ഫാത്തിഹ ക്ലിയറാണ്, കറക്റ്റാണ്, തജ്വീദിൻ്റെ നിയമം അനുസരിച്ചിട്ടാണ് ഞാൻ ഫാത്തിഹ ഓതുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇമാം വെക്കാൻ പാടുള്ളൂ. അല്ലാതെ നീ ഇമാമെന്നാ നിൻ്റെ നിസ്കാരം മാത്രമല്ല, ബാക്കിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ വെക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരാളെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. കാരണം എന്താ? നിന്നാക്ക് ഫാത്തിഹ അറിയില്ല. അതെന്ത് വേണം? ഉപ്പാൻ്റെ ജീവിത രീതി നന്നാകണം. മക്കൾക്ക് ഫാത്തിഹ പഠിപ്പിക്കണം, ഫാത്തിഹ പഠിക്കണം. ഫാത്തിഹ പഠിക്കാതെ നിങ്ങളെ ഇമാമത്ത് കയറി നിന്ന എൻ്റെ ഉപ്പാൻ്റെ മയ്യത്തല്ലേ. ഇനിയിപ്പോൾ 3-4 മക്കളുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ വലിയവനാണ്. 5 നേരം പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ശരിയാണ്. നെറ്റിയിലൊക്കെ തയമ്പൊക്കെ ഉണ്ട്, ശരിയാ. പക്ഷേ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഒന്നും പറയാനറിയില്ല, ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയാനറിയില്ല. അതിൻ്റെയൊക്കെ അല്ലാഹുവിൻ്റെ മഖ്റജ് അറിഞ്ഞുകൂടാ, സിഫത്ത് അറിഞ്ഞുകൂടാ. ഇതൊന്നും അറിയാതെ ഒരാളങ്ങ് പോയിട്ട് നിസ്കാരത്തിന് കൈയിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിസ്കാരം മാത്രമല്ല, ഉപ്പാക്ക് വേണ്ടി അവിടെ കൂടിയ 100 കണക്കിന് ആളുകളെ നിസ്കാരം, ഉമ്മാക്ക് വേണ്ടി അവിടെ കൂടിയ 100 കണക്കിന് ആളുകളെ നിസ്കാരം ബാത്തിലാണ്. ചെയ്യാൻ പാടില്ല. നമ്മൾ നിങ്ങൾക്ക് ഫാത്തിഹ അറിയില്ല എന്നുണ്ടെങ്കിൽ പള്ളിയിൽ ഉസ്താദിനെ ഏൽപ്പിച്ചാൽ മതി, അറിയുന്ന ആളെ ഏൽപ്പിച്ചാൽ മതി. ഫാത്തിഹ അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വിശ്വാസം കാരണം. അല്ലാഹു നമ്മൾക്ക് ഈമാൻ നിർത്തി തരട്ടെ. ഇത് പറയാൻ കാരണം ചില നാട്ടിലൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ പള്ളിയിലെ ഉസ്താദിനെ വിളിക്കും. എന്താണ്? അവിടെ ഓനുണ്ട്. എന്താ ഓനാകെ വന്നത് മയ്യത്ത് നിസ്കാരത്തിനും ചിലപ്പോൾ ജുമാ നിസ്കാരത്തിനും വേണ്ടി മാത്രം. അതിനു മുമ്പൊന്നും ഓനെ പള്ളി കണ്ടിട്ടുണ്ടാവൂല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പിടിച്ച് കൊണ്ടുവന്നിട്ട് ഉപ്പാനെ മയ്യത്തിൽ ഉമ്മാനെ മയ്യത്തിൽ നിൽക്കണമെന്നും പറഞ്ഞ് നിർത്തിച്ചു. അറിയണം, ശ്രദ്ധിക്കണതൊക്കെ പഠിക്കണം, പഠിപ്പിക്കണം. മക്കൾക്ക് വസിയ്യത്ത് ചെയ്യണം. മക്കൾക്ക്, മോനെ എൻ്റെ ഇത്ര സ്ഥലം ഉണ്ടടാ, ഇവിടെ ഇന്നാലിന്ന ഷോപ്പിംഗ് മാളുണ്ട്, ഇന്ന് പിന്നെ തെങ്ങും തോപ്പുണ്ട്, അല്ലെങ്കിൽ കവുങ്ങും തോപ്പുണ്ട്, അത് ഇന്നതുപോലെ ചെയ്യണം എന്നല്ല മക്കൾക്ക് വസിയ്യത്ത് ചെയ്യേണ്ടത്. മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഫൻ ചെയ്യേണ്ടത്, എന്നെ കുളിപ്പിക്കേണ്ടത്, എന്നെ മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെക്കേണ്ടത്, എനിക്ക് വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കേണ്ടത്, എൻ്റെ പള്ളിയിലേക്ക് എടുത്തു വെച്ചിട്ട് എൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത്, അവിടെ നിന്ന് ചുമലിലോട്ടെടുത്ത് വെച്ചിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടത്, അവിടെ നിന്ന് തസ്ബീഹ് ചൊല്ലേണ്ടത് മോനെ നീയാകണേ. വസിയ്യത്ത് ചെയ്യണേ ഉമ്മ, വസിയ്യത്ത് ചെയ്യണേ ഉപ്പ. ആ രീതിയിലെല്ലാം കർമ്മങ്ങൾ അറിയുന്ന രീതിയിൽ മക്കളെ പഠിപ്പിക്കണേ. ഇന്ന് മക്കൾക്ക് ബയോളജി അറിയാം, ഫിസിക്സ് അറിയാം, കെമിസ്ട്രി അറിയാം, മാത്സ് അറിയാം, പല ഭാഷകൾ അറിയാം. ഏത് പത്രം കൊടുത്താലും, ഏത് ന്യൂസ് വന്നാലും, അതേത് ഭാഷയിലാണെങ്കിലും അത് മനസ്സിലാക്കാനും, അത് വായിച്ചു പറഞ്ഞു തരാനും, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി തരാനും മക്കൾക്കറിയാം. പക്ഷെ വീട്ടിൽ മക്കൾക്ക് നിസ്കാരത്തിൻ്റെ മസല അറിഞ്ഞുകൂടാ. മോള് മെൻസസായിട്ട് 5 കൊല്ലമായിട്ടുണ്ട്. ആ മോള് 5 കൊല്ലത്തിനിടയിൽ മെൻസസായിട്ട് കുളിച്ചത് അസറിന്റെ നേരത്ത് കുളിച്ചിട്ടുണ്ട്, ഇശായിന്റെ നേരത്ത് കുളിച്ചിട്ടുണ്ട്. അസറിന്റെ നേരത്ത് കുളിച്ച മോള് ഏതൊക്കെ നിസ്കാരം നിസ്കരിച്ചു നിങ്ങൾക്കറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരയിലെല്ലാം അറിയുന്ന മക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്ന പുരയില് ഇന്ന് വരെ തറാവീഹിനെ ഇമാമിക്കാൻ കഴിയാത്ത മക്കളല്ലേ പുരയിലുള്ളത്? വിത്ര നിസ്കാരം പോലെ നിർവഹിക്കാൻ അറിയാത്ത, നിയ്യത്ത് വെക്കാൻ അറിയാത്ത മക്കളല്ലേ ഉള്ളത്? ആലോചിക്കണേ. ഈ മക്കളെയാണ് നാളെ കൊണ്ടുപോയി വെച്ചിട്ട് ഖബറാകുന്ന കല്ലറയിലെത്തിയ
പോയാൽ അല്ലാഹു വിധിച്ചതുപോലെ അവിടെ മലായികകൾ വന്നാൽ ചോദ്യം കെമിസ്ട്രി അല്ല, ചോദ്യം ബയോളജി അല്ല, ചോദ്യം മാത്സ് അല്ല, ചോദ്യം ഭാഷയെ പറ്റിയല്ല. അവിടെ നിന്നുള്ള മലായികകളുടെ ചോദ്യം ഭൗതികമായിട്ടുള്ള നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളല്ല. ജീവിതത്തിന്റെ നിർണായക പരീക്ഷയാണല്ലോ ഖബറാകുന്ന കല്ലറയിൽ നടക്കുന്നത്. ആ കല്ലറയിലുള്ള ചോദ്യം മൻ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക. ചോദ്യം ഇങ്ങനെ വരികയാണ്, നിന്റെ റബ്ബാരാണ്, നിന്റെ നബിയാരാണ്, നിന്റെ ഇമാമാരാണ്, നിന്റെ കൂട്ടുകാരൻ ആരാണ്? ചോദ്യം ഇങ്ങനെ വരുമ്പോ ഒന്നും അറിയാത്ത അള്ളാനെ പരിചയമില്ലാത്ത മക്കള്, സുബഹി നിസ്കാരം ശീലമില്ലാത്ത മക്കള്, ളുഹാ നിസ്കാരം ശീലമില്ലാത്ത മക്കള്, വിത്ർ നിസ്കാരം ശീലമില്ലാത്ത മക്കള്, എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാ എന്ന് കൂടുതൽ കൂടുതൽ ചൊല്ലിയിട്ട് ശീലമില്ലാത്ത മക്കള് എങ്ങനെ മറുപടി പറയും? എങ്ങനെ മറുപടി പറയും? പരിശീലിപ്പിക്കണം, നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണേ, നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ചോദിക്കുമ്പോ നബിദിനത്തിന്റെ അന്ന് പതാക ഉയർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ, അല്ലെങ്കിൽ കടലാസുകളെ കൊണ്ട് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് പാതിരാ നേരത്ത് ഒരുമിച്ച് കൂടാൻ, ഉറക്കമൊഴിക്കാൻ ഒരുപാട് ചെറുപ്പക്കാരെ കിട്ടുന്നുണ്ട്. അവിടെയും ഇവിടെയും റോഡുകളിൽ കുഴിച്ചിട്ട് കൊണ്ട് പച്ച കുത്തി വെക്കാനും അല്ലെങ്കിൽ അതുപോലെയുള്ള ബാനറുകൾ എഴുതി വെക്കാനും നബിദിനത്തിന് സ്വാഗതം എഴുതാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ബോർഡുകൾ സ്ഥാപിക്കാനും ഒക്കെ ചെറുപ്പക്കാരെ കാണാം. എന്നാൽ ബംബ്രാണയിൽ നടന്ന പരിശുദ്ധമായ പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് 12 ദിവസം നടന്ന മൗലീദിന്റെ സദസ്സില് ഒരു 10 മിനിറ്റോളം ഇരിക്കാൻ ഈ പൊന്നുമോനെ കണ്ടില്ല. ആ നാട്ടിലവിടെ ചെറുപ്പക്കാർക്ക് അതിന് നേരമില്ല. നബിദിനത്തിന്റെ പേരും പറഞ്ഞിട്ട്, റബീഉൽ അവ്വൽ 12ന്റെ പേരും പറഞ്ഞിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നാടുകളിൽ ഇവിടെ റാലികൾ നടക്കുമ്പോ ഇതിന്റെ നിയമങ്ങൾ പോലും അറിയാതെയല്ലേ ചെറുപ്പക്കാര് നീങ്ങുന്നത്? അള്ളാനെ മറന്നുകൊണ്ടുള്ള കളിയല്ലേ അതിലൊക്കെ കളിക്കുന്നത്? നടന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നു, നടന്നുകൊണ്ട് പലതും കഴിക്കുന്നു. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് സുന്നത്തിനെതിരായ പ്രവർത്തികൾ ചെയ്തിട്ട് ത്വലഅൽ ബദ്റു അലൈന പാടിപ്പോയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമല്ലാതെ മറ്റൊന്നും നമ്മൾക്ക് കിട്ടുകയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഏതെങ്കിലും വിഭാഗത്തിന്റെ സ്ഥാപനങ്ങളുടെ മുന്നിലെത്തുമ്പോ, ആരാധനാലയങ്ങളുടെ മുന്നിലെത്തുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വിളിയങ്ങ് ഉയർന്നു പോയാൽ, അമ്പലങ്ങളെ കളിയാക്കുന്ന രീതിയിലോ ചർച്ചുകളെ അവഹേളിക്കുന്ന രീതിയിലോ, അതേ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളെ അവഹേളിക്കുന്ന തരത്തില് നബിദിന റാലിയിൽ നിന്റെ ശബ്ദം അങ്ങ് ഉയർന്നു പോയാൽ, പൊന്നുമോനെ, ആ റാലി കൊണ്ട് നിനക്ക് ആഖിറം നഷ്ടമാ. ലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ. ഒരിക്കലും ഇതര മതസ്ഥരെ അവഹേളിക്കാൻ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. അവരുടെ ആരാധനാലയങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോ അവരുടെ ആരാധ്യ വസ്തുക്കളെയും ആരാധ്യ കർമ്മങ്ങളെയും കളിയാക്കാൻ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. അതുകൊണ്ട് ദീനിയായ നിലക്കുള്ള ശരീഅത്തിന്റെ നിയമങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള നബിദിന റാലി നിങ്ങൾക്ക് നടത്താം. അതല്ലാത്തത് നമ്മൾ എതിർക്കേണ്ടതാ. അതല്ലാത്ത റാലിക്ക് പങ്കെടുക്കാൻ പാടില്ലാത്തതാ. വളരെയേറെ ക്ഷമയോടുകൂടെ, താഴ്മയോടുകൂടെ, ആദരവോടുകൂടെ, മറ്റുള്ളവരെ കാണിക്കാനല്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, എന്റെ റസൂലുള്ളാഹിക്ക് വേണ്ടിയാ, എന്റെ ഹബീബിന് വേണ്ടിയാ. ഒരുപാട് ആളുകള് അവിടുത്തെ പരിശുദ്ധമായ തിരുമുന്നിലിരുന്നു കൊണ്ട് ആ പവിത്രമായ കൽബിൽ നിന്നങ്ങ് പ്രകാശിക്കുന്ന പ്രകാശത്തിൽ അങ്ങ് ലയിച്ചു ചേരുമ്പോ മദീനയിലേക്ക് നമ്മൾക്ക് ചേരാൻ കഴിയുന്ന പവിത്രമായ റബീഉൽ അവ്വലിന്റെ പുണ്യം നിറഞ്ഞ പകലിനെ ഒരിക്കലും നമ്മൾ മലിനമാക്കല്ലേ.
അതിൽ തോന്നിവാസ എന്തെങ്കിലൊക്കെ കൂക്കി വിളിച്ചുകൊണ്ടോ സിന്ദാബാദ് വിളിച്ചോ മുദ്രാവാക്യം വിളിച്ചോ അതിനോട് ചേരാത്ത വാക്കുകൾ പറഞ്ഞിട്ടോ നമ്മുടെ നബിദിന റാലികളെ നമ്മുടെ മലിനമാക്കല്ലേ. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ഏത് രീതിയിലാണോ ആ രീതിയിലായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു അതിനെ നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് അറിയണം. അതറിയണമെങ്കിൽ മക്കളെ ദീന് പഠിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ പാഠശാലകളിൽ പറഞ്ഞേക്കണേ. ഇന്ന് പെൺകുട്ടികൾക്ക് മസല അറിഞ്ഞുകൂടാ, നിസ്കാരത്തിന്റെ നിയ്യത്ത് പോലും അറിയാത്തവരുണ്ട്. അതേ നാളെ കെട്ടിച്ചു വിടേണ്ട മോളാണ്, ഖുനൂത്ത് ഓതാൻ മോൾക്ക് അറിഞ്ഞുകൂടാ, അത്തഹിയ്യാത്ത് ഓതാൻ മോൾക്ക് അറിഞ്ഞുകൂടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഈ മക്കളെ കൊണ്ട് നേടിയത്? നിങ്ങൾ അറിയണേ, നമ്മുടെ പുരയിലുണ്ട് മാസത്തിൽ 20, 25, 30, 60 ശമ്പളം വാങ്ങുന്ന പൊന്നുമോന് ഫാത്തിഹ ഓതാൻ അറിഞ്ഞുകൂടാ, സുബഹി നമസ്കാരം അതായിട്ട് നിസ്കരിച്ചിട്ട് അറിഞ്ഞുകൂടാ, പരിശുദ്ധമായ ഖുർആനിന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പാരായണം ചെയ്യാൻ ഈ പൊന്നുമോൻ അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള മക്കളെ കൊണ്ട് ഏത് മാതാപിതാക്കൾക്കാണ് ആഖിറം നേടാൻ കഴിയുക? ആലോചിക്കണേ. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരേ ഒരു ചരിത്ര സംഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ലോകത്തിതുപോലെ നന്മ നിറഞ്ഞ വഴികളിലായിട്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇസ്ലാമിക ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഭരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക്, അമീറുൽ മുഅ്മിനീൻ്റെ മുന്നിലേക്ക് ഒരു അപരിചിതയായ പെണ്ണ് ഒരു കുഞ്ഞിനെ എടുത്തിട്ട് വരിക. എന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഖലീഫയെ, എൻ്റെ കയ്യിലുള്ള ഈ കുഞ്ഞ് എനിക്ക് ഹലാലും നിങ്ങളുടെ മകൻ അബൂ സഹ്മക്ക് ഹറാമുമാണ്. നിങ്ങളുടെ മകൻ എന്നെ വ്യഭിചരിച്ചു, അതിലൂടെ ഉണ്ടായ കുഞ്ഞാണ് ഈ കയ്യിലുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. ആരാത്? ലോകത്ത് സ്വഹാബത്ത് ഒരാളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ കുളിപ്പിക്കുന്ന സമയത്താണ് കരഞ്ഞത്. അവിടുന്ന് ജീവിതത്തിൽ ചെയ്തു തീർത്തിട്ടുള്ള നിസ്സാരമായ സംഭവങ്ങൾക്ക് പോലും ഒറ്റക്ക് ചെന്നിരുന്നിട്ട് തൻ്റെ ചാട്ടവാറുകൊണ്ട് ശരീരത്തെ അടിച്ചിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. താൻ ഭരിക്കുന്ന രാജ്യത്ത് ഒരു കഴുതയെങ്ങാനും കാലിടറി വീണുപോയാൽ അള്ളാൻ്റെ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടങ്ങ് വേദനിച്ചിരുന്ന, ഭയപ്പെട്ടിരുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പെണ്ണ് വന്നിട്ട് മകൻ വ്യഭിചരിച്ചു, അതിലുണ്ടായ കുഞ്ഞായി കയ്യിലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബാക്കി പറയണ്ടല്ലോ, ഈമാൻ അങ്ങ് തിളച്ചു. ഗർജിക്കുന്ന സിംഹം പോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടിച്ചെന്നു. മകനെ അന്വേഷിച്ചു. മകൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാ. ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് മകന്റെ കൈക്ക് പിടിച്ചു, എണീപ്പിച്ചു നിർത്തി. പൊന്നുമോൻ ചെയ്തിട്ടുള്ള വ്യഭിചാരത്തിന്റെ ശിക്ഷയോർത്തുകൊണ്ട് അല്ലാഹനെ ഓർത്ത് ഭയപ്പെട്ട് കിടക്കുന്ന കൽബ്, ആ കൽബുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അതേ തന്റെ പൊന്നുമോനോട് കാര്യം തിരക്കിയപ്പോ ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് മകനെ കളവ് പറയാൻ സാധിച്ചില്ല. സംഭവിച്ചു പോയി ഉപ്പാ. വേറെ ഒരാൾ അറിഞ്ഞിട്ടില്ല. പെണ്ണറിഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു, മോൻ അറിഞ്ഞു. നിങ്ങൾ ആലോചിക്കണേ. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെങ്ങാനും നമ്മുടെ മോളെ പറ്റിയിട്ട് ആരെങ്കിലും വന്നിട്ട് പറയാ, എടാ ബസ്സിൽ മറ്റേ ഏതോ ചെക്കനോട് ഇങ്ങനെ അടിച്ച് വർത്തമാനം പറയുന്നുണ്ടായില്ല എൻ്റെ മോൾ, അതെനിക്ക് ആള് മാറിക്കാണും, അതെൻ്റെ മോളൊന്നായിരിക്കൂല, അല്ലെങ്കിൽ ഓൻ അസൂയുള്ളത് കൊണ്ടായിരിക്കും എന്നെ പറയണത്. ചിലപ്പോൾ പെണ്ണുങ്ങൾ പറയും, അല്ലെങ്കിൽ മറ്റവർക്ക് നമ്മളോട് വലിയൊരു കണ്ണുകടിയാണ്, അവരെപ്പോഴും നമ്മുടെ മക്കളെ കുറ്റം കണ്ടെത്താനേ നോക്കണുള്ളൂ. നമ്മുടെ മക്കൾ എത്ര തെറ്റ് ചെയ്താലും ആരെങ്കിലും വന്നിട്ട് ആ തെറ്റുകളെ പറ്റി പറഞ്ഞാൽ നമ്മൾ ന്യായീകരിക്കാനാണ് നോക്കുക. നമ്മളൊരിക്കലും ശരിയാണോ എന്നതിൻ്റെ യഥാർത്ഥ വശങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്നതിനെ അന്വേഷിക്കട്ടെ എന്ന് പറയില്ല.
നമ്മൾ പറയും പെട്ടെന്ന്, എൻ്റെ മോളെടുത്തുനിന്ന് എൻ്റെ മോൻ്റെ അടുത്തൊന്നും അങ്ങനെ സംഭവിക്കില്ല, ഓനൊന്നും കഞ്ചാവിൻ്റെ കൂട്ടുകാരൊന്നുമല്ല, ഓനൊന്നും കഞ്ചാവിൻ്റെ ടീമും അല്ല. നമ്മൾ അങ്ങനെ പറയുള്ളൂ. ഇപ്പം മദ്രസയിലൊക്കെ വരുന്ന മക്കൾ മുസാഫിൻ്റെ അകത്തളങ്ങളിൽ പോലും, മുസാഫിൻ്റെ അകത്ത് പോലും വെച്ചോണ്ട് വരുന്നത് കഞ്ചാവാണ്. മദ്രസയിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട്, കാഞ്ഞങ്ങാണ്ട ഭാഗത്തു നിന്നൊക്കെ. കുടുംബത്തിൽ 5, 6 പഠിച്ചുകൊണ്ടിരിക്കുന്ന മോനെ കഞ്ചാവ് വെക്കുന്നവൻ്റെ കൂട്ടുകാരനായതിൻ്റെ പേരിൽ ഉമ്മ ചോദ്യം ചെയ്തപ്പോൾ വാള് കൊണ്ട് ഉമ്മാനെ വെട്ടി. സ്ഥലം ഞാൻ പറയില്ല, കാരണം അവരെ കേസ് കൊടുക്കാൻ മടിച്ചു. മക്കളെ പേരിൽ എങ്ങനെ കേസ് കൊടുക്കുക? 6 പഠിക്കുന്ന മോനെ. ഇനി എങ്ങാനും നമ്മുടെ ബംബ്രാണയിൽ അത്തരം പിള്ളേരുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ അത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ എതിർക്കാനോ പോയാൽ അവർക്കെതിരെ ഇരിക്കുന്ന ആളെ കേസ് ഉണ്ടാകുക, എതിർക്കാൻ പോയവർക്കെതിരെ. ചട്ടഞ്ചാലിൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു വിഷയം, കഞ്ചാവും മയക്കുമരുന്ന് ഇങ്ങനെയുള്ള വിഷയം പറഞ്ഞിട്ട് എന്നെ പിറ്റേ ദിവസം അവിടെയുള്ളൊരു സഹോദരൻ വിളിച്ച്, ഞങ്ങൾ ഇതിൻ്റെ പേരിൽ 3 മാസം ജയിലിൽ കിടന്നിട്ടാണ് ഇപ്പം വന്നിട്ടുള്ളത്. എന്തേന്ന് ചോദിച്ചു. ടീനേജ് പ്രായത്തിലുള്ള പിള്ളേർ ഇതിൻ്റെ അടിമയായി കണ്ടപ്പോൾ ഒരു രാത്രിയിൽ ഞങ്ങൾ അവരെ പിടിച്ചു. കുറച്ച് ഇങ്ങോട്ട് റോങ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് 2 കൊടുത്തു ഉസ്താദെ, ശരിയാണ്. പക്ഷെ അത് ബാലപീഡനമായി മാറി, അത് പ്രകൃതി വിരുദ്ധ പീഡനമായി മാറി. ഞങ്ങൾക്കെതിരെ അവരുടെ രക്ഷിതാക്കൾ പോയിട്ട് കേസ് കൊടുത്തു, അതിൻ്റെ പേരിൽ ഞങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. ആരെയാ നാട്ടുകാരെങ്ങനെ നന്നാക്കുക? ഒരു കമ്മിറ്റി ഭാരവാഹി ചെന്നിട്ട് അവിടെയുള്ള കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒന്ന് ബോധവൽക്കരണം നടത്തണം. മോശം സ്വഭാവമുള്ള കുട്ടിയുടെ രക്ഷിതാവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പരാതി പറഞ്ഞാൽ കമ്മിറ്റിക്കാർ ഇങ്ങോട്ട് ആക്ഷേപിക്കുക ചെയ്യുക. നമുക്കെതിരെ കുതിര കയറാൻ വേണ്ടി രക്ഷിതാക്കൾ വരും. എൻ്റെ മോനെ പഠിപ്പിക്കാൻ നീ ആയിട്ടില്ലടാ, അങ്ങനെ പറയാ. ആർക്കും ആരെയെന്ന് ഉപദേശിക്കാൻ പറ്റണില്ല. അള്ളാഹു നമ്മുടെയൊക്കെ സമുദായത്തെ നന്നാക്കട്ടെ, നമ്മുടെ സമുദായത്തെ അള്ളാഹു നന്നാക്കി തരട്ടെ. ആദ്യം തല്ലേണ്ടത് ഈ മാതാപിതാക്കളെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒലക്കെടുത്ത് കൊടുക്കണം. ഈ ജാതിയ സ്വഭാവമുള്ള മാതാപിതാക്കളെ പാതിരാ നേരം വരെ മക്കൾ അവിടെ എവിടെയും കയറൂരി വിടുക, മക്കൾക്ക് ഫോൺ കൊടുക്കുക, യഥേഷ്ടം വേണ്ടതുപോലെ ഉപയോഗിക്കാൻ. ഇപ്പോൾ എല്ലാ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ. ഇനി എന്തെന്നെ ചാറ്റ് ചെയ്താലും ഡിലീറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനുകൾ അതിലുണ്ട്. എല്ലാ കള്ളക്കളിയും കളിക്കാൻ ഇവർക്കറിയാം. ഇവരെ വിചാരം എന്താണ്? തൊട്ടടുത്ത് നിന്നിട്ടും കാമുകനോട് ചാറ്റ് ചെയ്യുമ്പോൾ ഉമ്മാൻ്റെ വിചാരം എന്താ? ഇത് ആരോടൊപ്പം ഇങ്ങനെ ഓള് ഭയങ്കരമായിട്ട് ക്ലാസിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതാ ചിന്ത. അന്ധമായി വിശ്വസിക്കുകയാണ്. അല്ലാഹു നമ്മുടെയൊക്കെ മക്കളെ നന്നാക്കി തരട്ടെ. ഒരിക്കലും നമ്മുടെ മക്കൾ അന്ധമായി വിശ്വസിക്കരുത്. നാളെ നമ്മൾക്ക് നേരെ തിരിയുന്ന മക്കളായി മാറും. ഉമ്മാന്റെ ഭംഗിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളാ ഇന്നിപ്പോ, ഉമ്മാന്റെ നഗ്നത കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളാ പല വീടുകളിലും വളർന്നുകൊണ്ട് വരുന്നത്. കാരണം എന്താ? ഇന്ന് പലരും ചെറുപ്പത്തിലെ സെക്സ് റാക്കറ്റിന്റെ കയ്യിൽ പെടുന്നു, അല്ലെങ്കിൽ മൊബൈലിലൊക്കെ അശ്ലീലതകൾ കാണുന്നു. പിന്നെ ഉമ്മാൻ്റെതായാലും വേണ്ടില്ല, പെങ്ങടേതായാലും വേണ്ടില്ല, മക്കൾക്ക് താല്പര്യം എന്താണ്? നഗ്നത കാണാൻ വേണ്ടിയാണ്. അത് ഏതെല്ലാം രൂപത്തിൽ വരുമെന്ന് പറയാൻ പറ്റൂല. നമ്മുടെ വീട്ടിലുള്ള TV പോലും ഇന്ന് നമ്മൾക്കെതിരാണ്. ഈ അടുത്ത് യൂട്യൂബിൽ കണ്ടു, ഒരു സഹോദരൻ കുടുംബം ആകെ ഞെട്ടിപ്പോയി. എന്താ? ഒരു പെണ്ണിൻ്റെ നഗ്നത വിദേശത്തുള്ള ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് വന്നു. അവൻ്റെ ഭാര്യൻ്റെ നഗ്നത, ശരീരപ്രദർശനം, നഗ്നമായിട്ടുള്ള ശരീരഭാഗം ഈ ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് വന്നു. ഈ വീഡിയോ കണ്ട്, ഫോട്ടോ കണ്ട് ഇവൻ അത്ഭുതപ്പെട്ടു, ആകെ പരിഭ്രമിച്ചു. വീട്ടിലേക്ക് വിളിച്ചു. ഇവരുള്ള എല്ലാ ഭാഗവും ക്യാമറ ഉണ്ടോ, ആരെങ്കിലും വെച്ചതാണോ എല്ലാം എന്ന് പരിശോധിച്ചു. എവിടെ നോക്കിയാലും ഒരു പിടുത്തവും കിട്ടിയില്ല. സൈബർ സെൽ കേസ് കൊടുത്തു. കാരണം എന്താ? പെണ്ണ്, അവരുടെ കുടുംബം ഇങ്ങനെയുള്ളൊരു മാന്യതയില്ലാത്ത കളികളൊന്നും ചെയ്യുന്നവരല്ല അത്രേ. അവരാകെ ധർമ്മസങ്കടത്തിലായി. ഇത് ലോകം മുഴുവനും പ്രചരിച്ചു കഴിഞ്ഞു. അവസാനം സൈബർ സെല്ല് വന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ 2 മാസം മുമ്പ് ഈ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിട്ട് വാങ്ങിച്ചു കൊടുത്ത TV-യിൽ നിന്ന് വന്ന അതിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. അതിലൂടെ ഈ പെണ്ണിൻ്റെ നഗ്നത മുഴുവനും റൂമിൽ വെച്ചപ്പോൾ അവൾ ഡ്രസ്സ് മാറുന്നത് മുഴുവനും പിടിച്ചു. അത് ആ കമ്പനിക്ക് മുഴുവനും കിട്ടി. അത് പ്രചരിച്ചു. ആലോചിക്കണം, കയ്യിലേക്ക് കിട്ടുന്ന പാലിൻ്റെ കവറ് പോലും, പാക്കറ്റ് പോലും, പ്ലാസ്റ്റിക് കവറ് പോലും ചിലപ്പോൾ നമ്മുടെ ശരീരം കാണുന്ന രീതിയിൽ ഇന്നതിനുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന കാലമാണ്. വിശ്വസിക്കാൻ പറ്റണില്ല. സൂക്ഷിക്കണം നമ്മൾ. അള്ളാഹു നമ്മൾക്ക് ഈമാൻ നിലനിർത്തി തരട്ടെ.
പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോനോട് കാര്യം ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മകനെ സമ്മതിച്ചു. കുറ്റമേറ്റു പറഞ്ഞ മകന്റെ കയ്യും പിടിച്ചിട്ട് പള്ളിയുടെ മുന്നിലേക്ക് വന്നു. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ വിളിച്ചു തീർക്കുകയാണ്. ഖലീഫയുടെ വാക്കുകൾ കേട്ട് വിളിക്കുത്തരം നൽകിയിട്ട് അതേ ഒരുപാട് സ്വഹാബത്ത് പള്ളിയുടെ മുറ്റത്ത് തടിച്ചുകൂടുന്നു. മഹാനായ ഉമർ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, എന്തിനാ നിങ്ങളെ വിളിച്ചത്? എന്തിനായി ഞാൻ നിങ്ങളെ വിളിച്ചത്? എൻ്റെ മകൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അതിലൂടെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതാ നിങ്ങളെ സാക്ഷിയാക്കിയിട്ട് എൻ്റെ മകന് ഇസ്ലാമിക ശിക്ഷ ഏതാണോ ആ ശിക്ഷ ഞാനിതാ ഇവിടെ വിധിക്കുകയാണ്, നടപ്പിൽ വരുത്തുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മോനെ അടിക്കാൻ വേണ്ടിയിട്ട് 100 അടി അടിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. ചാട്ടവാറ് കൊണ്ടടിക്കാൻ തീരുമാനിച്ചു, ഏൽപ്പിച്ചു. അടിക്കാൻ വേണ്ടിയിട്ട് അഫ്ലഹ് എന്ന് പറയുന്നയാളെ വിളിച്ചു. അഫ്ലഹാണ് ചാട്ടവാറ് കൊണ്ടടിക്കുന്നത്. അഫ്ലഹ് ആദ്യമൊന്നും വന്നില്ല. കാരണം എന്താ? മറ്റുള്ളവരെ തല്ലുന്നത് പോലെയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ മക്കളെ തല്ലുന്നത് പോലെയല്ല. ഇത് രാജ്യം ഭരിക്കുന്ന ഭരണാധിപന്റെ മോനാണ്. ആ മോനെയാണ് ഇവിടെ കൂടി നിൽക്കുന്ന ആളെ മുന്നിൽ വെച്ച് തല്ലേണ്ടത്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഇത്തിരി ഗൗരവത്തോടെ ദേശത്തോടെ വിളിച്ചപ്പോൾ അഫ്ലഹ് വന്നു, ചാട്ടവാറ് കയ്യിൽ കൊടുത്തു അടിക്കാൻ വേണ്ടി പറഞ്ഞു. മകൻ ചെയ്തിട്ടുള്ള തെറ്റിന്റെ പേരിൽ ഉപ്പയങ്ങ് വിധിച്ചിട്ടുള്ള ശിക്ഷ പൊന്നുമോനങ്ങ് ഏറ്റുവാങ്ങുകയാ. കൂടി നിൽക്കുന്ന 100 കണക്കിന് സ്വഹാബത്ത് അന്തം വിട്ടുപോകുന്നു, അത്ഭുതപ്പെടുന്നു. അവിടുന്ന് സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചിട്ട് അതേ അടി തുടങ്ങുന്നു. അടിച്ചടിച്ച് 80 അടിയിലേക്ക് അങ്ങെത്തിയപ്പോ അടിയുടെ ശക്തിയാൽ, അതിന്റെ വേദനയാൽ അബൂ സഹമയുടെ ശരീരത്തിലെ പാട് വന്നിട്ടുണ്ട്, കീറിപ്പോയിട്ടുണ്ട്. അബൂ സഹമക്ക് വേദനിച്ച് നിൽക്കാൻ കഴിയുന്നില്ല, തളർന്നു പോകുന്നു. ആ 80ഓളം അടിയങ്ങ് വാങ്ങിയ അബൂ സഹമ ഇതെല്ലാം വിധിച്ചിട്ട് നോക്കി നിൽക്കുന്ന ഉപ്പാന്റെ അടുത്ത് വേദനയോടെ വേച്ചു നടന്നു വരികയാ. പൊന്നുപ്പാന്റെ മുന്നിൽ വന്നിട്ട്, പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിൽ വന്നിട്ട് അബൂ സഹമ പറഞ്ഞു, ഉപ്പാ, നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്, അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, അതിലെനിക്ക് വേദനയില്ല ഉപ്പാ. ഇപ്പൊ വിധിച്ചിട്ടുള്ള ഈ അടിയും ഞാനിതാ 80ഓളം അടിയങ്ങ് സഹിച്ചുവല്ലോ, 80ഓളം അടിയങ്ങ് ക്ഷമിച്ചുവല്ലോ ഉപ്പാ. ഇനി അങ്ങ് അടിക്കാനുള്ള അടിയങ്ങ് മാറ്റിവെക്കുമോ? ഇങ്ങനെ മഹാനായ അബൂ സഹമ പറഞ്ഞില്ല. ഉപ്പയോട് അടിയങ്ങ് മാറ്റിവെക്കാനല്ല പറഞ്ഞത്, ഉപ്പയോട് ഇനി എന്നെ തല്ലരുത് ഉപ്പാ, നിങ്ങളെ പറയണേ ഉപ്പാ, ആവുന്നില്ല ഉപ്പാ, സഹിക്കുന്നതിലപ്പുറമാ, ഇല്ല ഇല്ല എന്ന് പറഞ്ഞില്ല. മഹാനായ ഉമർ തങ്ങൾ എടുത്ത് വന്നിട്ട് അബൂ സഹമ ചോദിക്കുകയാണ്, ഉപ്പാ, എൻ്റെ ചുണ്ടുകൾ ഉണങ്ങിപ്പോയിരിക്കുകയാ, നാവിൻ്റെ നനവുകളെല്ലാം പോയിരിക്കുകയാ, പിതാവേ എനിക്കൊരൽപ്പം വെള്ളം തരുമോ? 80ഓളം അടികളങ്ങ് ഏറ്റുവാങ്ങിയിട്ട് തൊണ്ട വരണ്ടുപോയ മഹാനായ അബൂ സഹമ വന്നിട്ട് തൻ്റെ പിതാവിനോടങ്ങ് വെള്ളത്തിന് യാചിച്ചപ്പോ
ഏതൊരുപ്പാന്റെ മനസ്സാണ് പതറാതിരിക്കുക? ഏതൊരുപ്പാന്റെ മനസ്സാണ് വിങ്ങിപ്പൊട്ടാതിരിക്കുക? മഹാനായ ഉമർ തങ്ങൾ പൊന്നുമോന്റെ കയ്യങ്ങ് പിടിച്ചു. മോനെ അബൂ ശഹ്മാ, ലോകത്തല്ലാന്റെ റസൂലിന്റെ കാലഘട്ടത്ത് ഒരുപാട് ആളുകൾക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഇടയിൽ വെച്ച് ഒരാൾക്കും വെള്ളം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മോനെ. അതുകൊണ്ട് ദീനിനെ നിരക്കാത്തത്, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തത് മോനെ ഈ പിതാവ് ചെയ്യുകയില്ലടാ. ഈ ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ലടാ. ഇതും പറഞ്ഞിട്ട് അഫ്ലഹിനോട് പറയുന്നു, അടിക്കടാ അഫ്ലഹേ, നിർത്തരുത് മോനെ, നിർത്തരുത്. അതേ അഫ്ലഹ് വീണ്ടും അടി തുടങ്ങുന്നു. അടിച്ചു 10 അടിയും കഴിഞ്ഞ് 90 അടിയിലേക്ക് എത്തിയപ്പോ ഓടി വരുന്നു. ശ്വാസം അടക്കി പിടിച്ചിട്ട് ഈ രംഗമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിലേക്ക് അതേ ഒരു പെണ്ണതാ ഓടി വന്നു. ആ പെണ്ണ് നേരെ വന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ പിടിച്ചു. മഹാനായ ഉമർ തങ്ങളെ കാലിൽ പിടിച്ചിട്ട് പെണ്ണ് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, 10 മാസം പള്ളയിൽ വെച്ച് നൊന്തു വേദനിച്ചു പ്രസവിച്ച മക്കള് എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാകട്ടെ ശരിയാ, ഒരു ഉമ്മ എന്നുള്ള നിലക്ക് എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഈ വേദന അനുഭവിക്കുമ്പോ കണ്ടു നിൽക്കാൻ ഉമ്മയാകുന്ന എനിക്ക് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ പ്രിയപ്പെട്ട ഉമർ തങ്ങളെ, പ്രിയപ്പെട്ട ഭർത്താവേ, നമ്മുടെ മകൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പാടില്ലാത്തതാണ്, ശിക്ഷ നൽകേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ അനുഭവിക്കുമ്പോ ഒരു ഉമ്മയാകുന്ന എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ഓപ്ഷൻ പറയട്ടെ. ഇനി നിങ്ങൾ അടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള 10 അടിയുണ്ടല്ലോ, അടിക്കാനിരിക്കുന്ന 10 അടിയുണ്ടല്ലോ, ആ 10 അടിയെങ്ങാനും നിങ്ങളെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചാൽ, അടിക്കല്ല എന്ന് ഞാൻ പറയണില്ല, ഇനി അടിക്കാനുള്ള 10 അടി നിങ്ങളെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചാൽ, ആ മാറ്റിവെച്ചതിന് പകരമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ 10 ഹജ്ജ് ചെയ്യാം. ഇങ്ങനെ എത്ര വലിയ തെറ്റ് ചെയ്ത മക്കളായാലും അവിടുന്ന് വസ്ത്രം മറന്ന്, സംസ്കാരം മറന്ന്, ശരീരം മറന്ന്, എല്ലാം മറന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്നിട്ട് മാറത്തിട്ടടിച്ചിട്ട്, മോനെ, ഉമ്മാക്കല്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ട് യാചിക്കാൻ കഴിയില്ലടാ. ഏതെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് നേരമില്ല നേരത്തും കണ്ണീരൊലിപ്പിക്കുന്ന ഒരു കണ്ണുണ്ടെങ്കിൽ മോനെ, അതുള്ളത് ഉമ്മാക്കാണ്. നിനക്കൊരു തലവേദന വരുമ്പോ മുഖത്ത് ഭാവം മാറുന്നത് ഉമ്മാക്കാണ്. നിനക്ക് സ്ഥിരമായി അസുഖമായാൽ കരയുന്നത് ഉമ്മയാണ്. നീ ഭക്ഷണം കഴിക്കാതെ പോയാൽ ഉമ്മാന്റെ വയറും വന്ന് പട്ടിണിയാ. വരാൻ നേരം വൈകിയാൽ നിന്നെ കാത്തിരിക്കുന്നതും ഉറക്കമൊടിച്ച ഉമ്മയാ. സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞേക്കുമ്പോ, പൊന്നുമോളെ, നിന്നെ കൊണ്ട് ഡ്രസ് അലക്കിച്ചിട്ടില്ല, നിന്നെ കൊണ്ടൊരു തക്കാളി പോലും മുറിക്കാൻ ഉമ്മ പറഞ്ഞിട്ടില്ല, അടുക്കളയിൽ പാചകം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, എക്സാം വരുമ്പോ പഠിക്കാൻ പറഞ്ഞു. നല്ല വൃത്തിയോടെ എൻ്റെ മക്കള് സ്കൂളിലേക്ക് പോകണോ, അത് നല്ല സ്കൂളിൽ പഠിക്കണം, അത് നല്ല കൂട്ടുകാരായിട്ട് ചേരണോ, നല്ല രൂപത്തിൽ പഠിച്ചിട്ട് മക്കൾ വളരണം. ഈ രീതിയിലുള്ള ചിന്തകളല്ലാതെ മക്കളെ കുറിച്ചിട്ട് മോശമായി ചിന്തിക്കാൻ ഒരു ഉമ്മാക്കും കഴിയില്ല.
അങ്ങനെയുള്ള ഉമ്മയെ മറന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, ഏതെങ്കിലും ഒരു രക്ഷിതാവ്, ഏതെങ്കിലും ഒരു ആൺമക്കള്, ഏതെങ്കിലും ഒരു പെൺമക്കള് നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഉമ്മാനെയും ഉപ്പാനെയും മറന്നിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഇവിടത്തെ വയലിന് വന്നിട്ട് പ്രയോജനമില്ല. ഇനി ഇവിടെ ഇരക്കാൻ വേണ്ടി പോകുന്ന, ദുആ ഇരക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കൈയുയർത്തിയിട്ട് പ്രയോജനമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ആളുകൾ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടായാൽ പോലും ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത മക്കളാണോ? ഇൽമ വെറുതെയാ മുതഅല്ലിമീങ്ങളോടാ പറയുന്നത്. ഒരുപാട് ഉസ്താദുമാര് വിവിധ പള്ളികളിൽ നിന്ന് മോശമായ സംഭവങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെടുന്നത് നാടുനീളെ അറിയുമ്പോ, അതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോകുമ്പോ ഉമ്മാക്ക് കൊള്ളാത്ത ഉസ്താദുമാരുണ്ട്. തലേക്കെട്ട് കെട്ടിയിട്ടാവോ നടക്കുന്നത്? പള്ളിയിൽ ഖതീബാണ് ഓന്, മീറാബിൽ കയറിയിട്ട് പ്രസംഗിക്കാൻ ആൾ ഉഷാറാണ്, പക്ഷെ ഉമ്മാനോട് സ്നേഹമില്ലാത്ത മോനാ. തലേക്കെട്ടിന് പവറില്ല, അവിടുത്തെ ഇമാമത്തിന് പവറില്ല, ഖാദിയായ പോലും അല്ലാഹു സ്വീകരിക്കൂല. വിലായത്തിന്റെ പദവിയിലെത്തിയാൽ പോലും അല്ലാഹു നൽകിയിട്ടുള്ള ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തമില്ലാത്ത മക്കളാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. 10 അല്ല 15 അല്ല 20 കൊല്ലം നിങ്ങൾ ദർസ് പഠിച്ചാലും ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിൽ ചെന്ന് പഠിച്ചാലും ഉമ്മാന്റെ പൊരുത്തം ഇല്ലാത്ത മക്കളാണോ? അല്ലാഹു അത് നാഫിയാക്കി തരികയില്ല, അല്ലാഹു അത് പൂർത്തിയാക്കി തരികയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ മാതാപിതാക്കള്, നിങ്ങൾ ലക്ഷങ്ങൾ കോടികൾ മുടക്കിയിട്ടെടുത്ത നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ ആ വീട്ടിൽ ബറക്കത്തില്ലടാ പൊന്നുമോളെ, ആ വീട്ടിൽ ബറക്കത്തില്ല മോളെ. ചെറിയ പ്രായമായ സമയത്ത് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് മടിക്കെട്ട് പിടിച്ചിട്ട് തൂങ്ങിപ്പിടിച്ച് നടന്ന മക്കള് ഇന്ന് വേണമെങ്കിൽ അവൻ നോക്കട്ടെ, വേണമെങ്കിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓനും ചെലവിടട്ടെ, ഉമ്മാന്റെ അസുഖത്തിന് ഓനും കൊടുക്കട്ടെ പൈസ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ബില്ല് വന്നപ്പോ പകുതി പൈസ അവൻ കൊടുക്കട്ടെ, ഉമ്മയെയും ഉപ്പയെയും ഉംറക്ക് കൊണ്ടുപോകാൻ വേണമെങ്കിൽ അവൻ കൊടുക്കട്ടെ, അവൾ കൊണ്ടുപോകട്ടെ, അവൻ കൊണ്ടുപോകട്ടെ. ഉമ്മാന്റെ കാര്യത്തിൽ പണം പറഞ്ഞിട്ട് പൈസ പറഞ്ഞിട്ട് വിലപേശുന്ന മക്കളുണ്ടെങ്കിൽ മോനെ, ഏതേത് കോടിക്കണക്കിന് രൂപയുടെ ആശയുള്ള ATM കാർഡായാലും പാൻ കാർഡായാലും ഉള്ളതിൽ അല്ലാഹു നിനക്ക് ബറക്കത്ത് തരൂല. ഉപ്പാക്കും ഉമ്മാക്കും ചെലവഴിച്ചതിന് കണക്ക് പറയല്ല മക്കളെ, അവർക്ക് കൊടുക്കുന്നതിന് കണക്ക് പറയല്ല മക്കളെ, അവരെ ഡ്രസ്സലക്കിയതിന് കണക്ക് പറയല്ല ഉമ്മ, അവരെ ശുശ്രൂഷിച്ചതിന് കണക്ക് പറയല്ല ഉമ്മ, അവർക്ക് ഉറക്കമൊടിച്ചതിന് കണക്ക് പറയല്ല ഉമ്മ. എങ്ങനെയാണോ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പെരുമാറിയത് അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ മക്കള് നിങ്ങളോട് പെരുമാറുക. അല്ലാഹുവേ, ജീവിച്ചിരിപ്പുള്ള ഞങ്ങളുടെ മാതാപിതാക്കള് ഇതുപോലെയുള്ള വേദികളിൽ വരുമ്പോ എൻ്റെ ഉമ്മയോട് ഞാൻ വിളിച്ചു പറയാറുണ്ട്, ഉമ്മ എത്രയോ വേദികളിൽ വഅദ് പറഞ്ഞിട്ടുണ്ട്, ഉമ്മയെപ്പറ്റി പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്, ഉപ്പയെപ്പറ്റി പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രായമായിട്ട് ഉമ്മാന്റെ കൂടെ നിന്നിട്ട് ഉപ്പാന്റെ കൂടെ നിന്നിട്ട് വേണ്ടത് ചെയ്തു തരാ ഈ മേഖലയിലേക്ക് ഇറങ്ങിയത് കാരണം ഒന്നിനും സാധിക്കുന്നില്ലല്ലോ ഉമ്മ. കൈപിടിച്ചിട്ട് ഞങ്ങളോട് ആശ്വാസമായിട്ട് പറയാറുണ്ട്, മോനെ, ഉള്ള മറ്റുള്ള മക്കളെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഈ മോനെയാണ്. കാരണം പോകുന്ന വേദികളിൽ ദുആ ചെയ്യുന്നത് എൻ്റെ മോനാണല്ലോ. 100 ആളുകൾ കൂടിയ വേദിയിൽ വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ അല്ലാഹു തന്നത് ഈ മോനെയാണല്ലോ. അല്ലാഹുവേ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പടച്ചോനെ നല്ല പോലെ നടന്ന് കാണാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങള്. നീ ആരോഗ്യം നൽകണേ അല്ലാ. ഉപ്പാക്ക് പ്രായം ഇങ്ങനെ കൂടി വരുന്നത് കാരണോ കാഴ്ച ഇങ്ങനെ കുറഞ്ഞോണ്ട് വരികയാണ് പടച്ചോനെ. അല്ലാഹുവേ,
ഞങ്ങളുടെ ആഗ്രഹം ഇങ്ങനെയാണ്, ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മാതാപിതാക്കൾ മരിക്കാൻ പാടില്ല. കാരണം ഞങ്ങൾ എവിടെ പോയാലും, ഞങ്ങൾ ഏത് സ്ഥലത്തെത്തിയാലും ഞങ്ങൾക്ക് അവിടെ വിജയമുണ്ട്. ഞങ്ങളുടെ പിന്നിൽ ദുആ ചെയ്യാൻ ഉമ്മയും ഉപ്പയും ഉണ്ട്. കാസർഗോഡുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് കൈപിടിച്ചിറങ്ങുമ്പോ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ പറയാറുണ്ട്, അല്ലാ എൻ്റെ മോനെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഇതുപോലെ മുതഅല്ലിമീങ്ങളായ നമ്മൾ ഓരോരുത്തരും വീടുകളിൽ നിന്നിറങ്ങുമ്പോ ഉമ്മ മന്ത്രിച്ചിട്ടുണ്ട്, പടച്ചോനെ എൻ്റെ മോനെ കാത്തുകൊള്ളണേ അല്ലാ. മോളെ സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞു വിടുമ്പോ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, മോളെ അല്ലാഹുവേ എൻ്റെ മോളെ അല്ലാഹു കാത്തുകൊള്ളട്ടെ. പകരം കൊടുക്കാൻ നമ്മുടെ കൈകളിലൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറക്കാതെ ഒരിക്കലും നിലക്കാതെ നിങ്ങൾ ദുആ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയാ. അല്ലാഹുവിൻ്റെ ഖുർആൻ ആ ദുആ മാത്രമാണ് നമ്മൾക്ക് അവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഈ ദുആ നിലക്കാതെ ദുആ ചെയ്യണേ, മറക്കാതെ ദുആ ചെയ്യണേ. പകരം കൊടുക്കാൻ നമ്മുടെ കൈകളിൽ ഉള്ളത് അത് മാത്രമാണ്. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക്, ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ ജീവിതം നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ലോകത്ത് മഹാനായ ഉമർ തങ്ങളുടെ മുന്നിലേക്ക് ഓടി വന്നിട്ട് ഈ പെണ്ണ് പറയാണ്, അബൂസഹമയാകുന്ന നമ്മുടെ മകന് ഇനി കൊടുക്കാനിരിക്കുന്ന, ഇനി ഏൽക്കാനിരിക്കുന്ന 10 അടിയങ്ങ് നിങ്ങൾ മാറ്റിവെച്ചാൽ പകരം ഞാൻ എൻ്റെ ജീവിതത്തിൽ 10 ഹജ്ജ് ചെയ്യാ. അതേ, പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യും പിടിച്ചിട്ട് ഉമർ തങ്ങളങ്ങ് പറഞ്ഞു, മോളെ, ഇവിടെ ഒരാളുടെയും റെക്കമെൻഡ് സ്വീകരിക്കുന്നതല്ല. ആര് വന്ന് ഏത് രീതിയിൽ റിക്വസ്റ്റ് ചെയ്താലും ഞാനതങ്ങ് സ്വീകരിക്കുന്നതല്ല. അടിക്കടാ അഫ്ലഹ്, അടിക്കടാ അഫ്ലഹ്. അടിക്കുന്നു. 99 അടിയും കടിഞ്ഞു. അവസാനത്തെ അടിയിലേക്ക് അങ്ങെത്തിയപ്പോ സ്വഹാബത്തിനൊരു ഭാഗത്ത് ആശ്വാസമാവുകയാണ്. ഇനി ഒരേ ഒരു അടിയല്ലേ ബാക്കിയുള്ളത്, ഇനി രക്ഷപ്പെടാൻ ഒരേ ഒരു അടിയല്ലേ ബാക്കിയുള്ളത്. സ്വഹാബത്ത് ആ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അഫ്ലഹ് അവസാനത്തെ അടിയങ്ങടിച്ചു. 100ാമതായിട്ടുള്ള അടിയങ്ങ് ഏറ്റുവാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട അബൂ സഹ്മയത നിലത്തു വീഴുന്നു. സ്വഹാബത്ത് കരഞ്ഞു പോകുന്നു. അബൂ സഹ്മ മരണപ്പെടുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉപ്പയങ്ങ് കൊടുത്തിട്ടുള്ള, ഉപ്പ വിധിച്ചിട്ടുള്ള ശിക്ഷയങ്ങ് പൊന്നാര മോനങ്ങ് ഏറ്റുവാങ്ങിയിട്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് യാത്ര പറഞ്ഞപ്പോ ചലനമറ്റ പൊന്നുമോന്റെ ശരീരം എടുത്തിട്ട് മഹാനായ ഉമർ തങ്ങളെ മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, മോനെ, നീ ചെയ്ത തെറ്റിന് വേണമെങ്കിൽ എനിക്കിവിടെ കണ്ണടക്കാം, ആരും അറിയാതെ വേണ്ടതുപോലെ അത് ഒളിപ്പിച്ചു വെക്കാം. കഴിയില്ലടാ, നാളെ ഒരു കോടതി വരാനുണ്ട്. കോടാനകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന കോടതിയിൽ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാ.
അതേ, എത്ര ചെറുതാകട്ടെ, ചെറിയ നന്മകൾ തിന്മകളാകട്ടെ, എത്ര വലിയ വലിയ നന്മകളാകട്ടെ തിന്മകളാകട്ടെ, കാണാൻ കഴിയുന്നതാ. അള്ളാഹുവിന്റെ കോടതിയിൽ അതങ്ങ് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ട് എടുത്തു കൊടുക്കുമ്പോ, മോനെ അബൂ സഹ്മാ, ഇവിടുത്തെ നാണം കെടുന്നതിനേക്കാളും വലിയ നാണം കെടൽ അല്ലാഹുവിന്റെ കോടതിയിലാണല്ലോ. അതുകൊണ്ട് മോനെ പറയണം അല്ലാഹുവിന്റെ കോടതിയിൽ, അല്ലാ, ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ പിതാവ് എനിക്ക് വേണ്ടുന്ന രീതിയിൽ ശിക്ഷ തന്നിട്ടാണ് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് അല്ലാഹുവിനോട് പറഞ്ഞിട്ട് ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് സ്വർഗത്തിൽ കടക്കുന്ന മോനാകണേ. ഇതും പറഞ്ഞു മഹാനായ ഉമർ തങ്ങള് പൊന്നുമോന്റെ മയ്യത്തങ്ങ് മറമാടുമ്പോ, നിങ്ങളുടെ മക്കളെ തല്ലണമെന്ന് കൊല്ലണമെന്നല്ല ഞാൻ പറയുന്നത്, തല്ലണമെന്നല്ല പറയുന്നത്. 5 നേരം പള്ളിയുമായിട്ട് ഹൃദയം ബന്ധപ്പെടാത്ത മക്കളുണ്ട്, പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധമില്ലാത്ത മക്കളുണ്ട്, സുബഹി നമസ്കാരം അതായിട്ട് നിസ്കരിക്കാത്ത മക്കളുണ്ട്. പുരയിൽ എത്രയോ നമ്മുടെ വീട്ടിലുള്ള പെമ്മക്കള് നേരാവണ്ണം ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാത്ത മക്കളുണ്ട്. യഥേഷ്ടം മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് അവരുടെ ജീവിതത്തെ തോന്നിവാസ ചിന്തകളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളുമായിട്ട് കടിഞ്ഞുകൂടുന്ന മക്കളെ ഉപദേശിച്ചു നന്നാക്കണേ, അവരെ നിസ്കരിക്കുന്ന ആളുകളാക്കി മാറ്റണേ, ഖുർആനിന്റെ അഹലുകാരാക്കി മാറ്റണേ, ദീനിനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ വടികൾ അറിഞ്ഞുകൊണ്ട് സംസ്കാരമുള്ളവരായിട്ട് ഈമാനിന്റെ പ്രഭ പരത്തുന്ന മക്കളായിട്ട് വളർത്തണേ. ആ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഉപകാരത്തിന് കിട്ടുകയുള്ളൂ. അല്ലാഹു അങ്ങനെയുള്ള മക്കളാക്കി വളർത്താൻ തൗഫീഖ് നൽകട്ടെ.